More than 50 candidates ആയിട്ടുണ്ട് ഇപ്പം എന്തായാലും. ഓക്കെ, സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സോ ഐ യദു കൃഷ്ണ. സോ വെൽക്കം ടു MNC Academy's OET എക്സാം പ്രിപ്പറേഷൻ സെഷൻ. സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് January 27 ആൻഡ് February 2024 എക്സാംസ് വരുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ഒരു എക്സാം പ്രിപ്പറേഷന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഓരോ മൊഡ്യൂൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് ബ്രീഫ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഇപ്പം റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ January 13 എക്സാമിനുള്ള ഓരോ സബ് ടെസ്റ്റും, ഓക്കെ, ഓരോ സബ് ടെസ്റ്റിൻ്റെ ഡീബ്രീഫിംഗ് കൂടെയാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഡീബ്രീഫിംഗ് വഴി നിങ്ങൾക്ക് ഇനി അപ്കമിങ് എക്സാമിന് വരുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് നിങ്ങൾ ഇനി പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ MNC അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, പ്ലസ് നമ്മുടെ OET റീഡിംഗ് ആൻഡ് ലിസ്ണിംഗ് ഗ്രൂപ്പിലുള്ള സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സും മറ്റ് അക്കാഡമീസിൽ പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഈ ഒരു സെഷനിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും വാം ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ്റെ മെയിൻ ഐഡിയ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇനി അപ്കമിങ് റീസെൻ്റ് ആയിട്ട് ഇനി എക്സാം വരുന്ന കുട്ടികൾക്കൊരു ക്ലിയർ പിക്ചർ പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെയാണ് നിങ്ങൾ ഇനി വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ എന്താ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത്, നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഫോക്കസിങ് ഓൺ January 27 ആൻഡ് February 2024 എക്സാം കാൻഡിഡേറ്റ്സിനെയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. എനിക്കറിയാം വി ഗോട്ട് മെനി ബിഗിനേഴ്സും ഇതിനകത്തുണ്ട്, നമ്മുടെ തന്നെ ബിഗിനേഴ്സ് കുട്ടികളുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് നിങ്ങളൊന്ന് പുതിയതായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങളൊന്ന് കേട്ടിരിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ലൈക്ക് റിപ്പീറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ എക്സാമിന് പോകുന്നുള്ള ആൾക്കാർക്ക് മെയിൻലി ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡീബ്രീഫിംഗ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. January 13 OET എക്സാമിൻ്റെ ഓൾ മൊഡ്യൂൾസിനെ പറ്റിയിട്ടും കുറച്ചും കൂടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. കാരണം 13th എക്സാം ഒരുപാട് ഈസി ആയിരുന്നു കുറേ പേർക്കും, ഒരുപാട് കൂടുതൽ കൺസേൺസ് ഒന്നും ഇല്ലാതെ തന്നെ പോയൊരു എക്സാമായിരുന്നു ഈ കഴിഞ്ഞ 13th എക്സാംസ് കേട്ടോ. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരുപാട് മെസ്സേജും ക്വയറീസും വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പുതിയ UK NHS റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ടും കുറേ പേര് നിർത്തിയോ ഇനിയിപ്പോൾ റിക്രൂട്ട്മെൻ്റ് ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസും എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്ലബിങ്ങിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അപ്പം മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ടു 1 hourനുള്ളിൽ ഞാനിതെല്ലാം ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും. ഓക്കെ, സോ ഇതിൽ എത്ര പേരുണ്ട് ഇപ്പോൾ January 27 എക്സാം എഴുതാൻ പോകുന്നവരും അല്ലെങ്കിൽ ഫെബ്രുവരിയിലേക്ക് എക്സാം പോകുന്നവരും എത്ര പേരുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഓഡിയോ ഒന്ന് ഓൺ ആക്കിയിട്ടൊന്ന് പറയാവോ? It's me, 27. പെർഫെക്റ്റ്. ഓക്കെ, ദിവ്യ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേരി, ഷിനോജ് വരുന്നുണ്ട്. ഓക്കെ, യെസ്, നവോമി, പ്രീത. ഓക്കെ, ഫൈൻ. നമുക്ക് ഒരുപാട് പേരുണ്ട് ഫെബ്രുവരി ആൻഡ് January 27. ഫൈൻ, പെർഫെക്റ്റ്. Alright, yeah. Edith ഉണ്ട്, ഞാൻ മെസ്സേജ് കണ്ടു. ആൻഡ് സുരക്ക, ഫൈൻ, പെർഫെക്റ്റ്. Alright, താങ്ക് യു ഗൈസ്. യാ, ഓക്കെ. സോ അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, UK നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നത്. UK അയർലൻഡിലോ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എക്സാം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോഴേ പറയുന്നതാണ്, ലിസ്ണിങ്ങിന് ഹെഡ്സെറ്റ് അവൈലബിൾ അല്ല, ഡയറക്റ്റ് ആയിട്ട് സ്പീക്കേഴ്സിലായിരിക്കും കേൾപ്പിക്കുക. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ലൈക്ക് നമുക്ക് കുറച്ച് കാൻഡിഡേറ്റ്സേ ഉള്ളായിരിക്കുള്ളൂ. നാട്ടിലെ പോലെ അല്ലെങ്കിൽ സൗദിയിലെയോ അല്ലെങ്കിൽ GCCയിലൊക്കെ പോലെ 500-1000 പേരൊന്നും ഒരു ക്ലാസ്സിൽ കാണത്തില്ല. ഒരു ഹാളിൽ ആകെ കാണാം മാക്സിമം 5 to 10 കാൻഡിഡേറ്റ്സോ അല്ലെങ്കിൽ 15 കാൻഡിഡേറ്റ്സൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ UK, അയർലൻഡ് അല്ലെങ്കിൽ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയയിലൊക്കെയാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പീക്കേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക, ഹെഡ്സെറ്റ് ആയിരിക്കില്ല. ഓക്കെ, ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ, വളരെ റയർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കാൻഡിഡേറ്റ്സ് വരികയാണെങ്കിൽ മാത്രം ഒരു ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യും. അത് റയറസ്റ്റ് ആണ്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നാട്ടിലോ പുറത്തോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ്സ് അവൈലബിൾ ആണ് എന്തായാലും. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 13th January OET എക്സാമിൻ്റെ ചെറിയൊരു ബ്രീഫിംഗ്, നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സോറി. സോ മെയിൻ തിങ് നമ്മുടെ OET റൈറ്റിങ്ങിനെ പറ്റിയാണ്. എല്ലാവർക്കും കൂടുതൽ കൺസേൺസും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്ന റൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ലെറ്റർ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിൻ്റെ ലെറ്റർ എന്ന് പറയുന്ന ഒരു ഫാമിലി GPക്ക് എഴുതുന്ന ലെറ്ററായിരുന്നു. നമുക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, GP എന്ന് പറയുന്ന പല കാറ്റഗറീസ്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ഒരു ടാസ്ക്കാണ് OET റൈറ്റിങ്ങിനകത്ത് GPക്ക് എഴുതുക. കാര്യം ഞാൻ ഇതിലോട്ട് പറയുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് 2-3 പേരെടുത്തൊന്ന് ചോദിക്കാം, ജസ്റ്റ് റാൻഡമായിട്ട് ഞാൻ ആൾക്കാരെ ഒന്ന് പേര് വിളിച്ച് ചോദിക്കാം കേട്ടോ. നിയ പറയാമോ, നിയക്ക് എന്താണ് GPനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ എന്നുള്ള കാര്യം? അർച്ചന? GP is a general practitioner. ഇതാരെ സംസാരിക്കണേ?
Archana, പറഞ്ഞു അർച്ചന. അർച്ചനയ്ക്ക് എന്താണ് GP-നെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ? general practitioner ആയിരിക്കാം. ഓക്കെ Maybe known case ആകാം, unknown case ആകാം. ഓക്കെ. ആ അപ്പൊ ഈ GP എന്ന് പറയുന്നത് എന്താണ് സംഭവം? ലൈക്ക് എന്താണ് GP കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ജനറൽ പ്രാക്ടീഷണർ എന്താണ് ചെയ്യുന്നത്? Maybe ആ ഏരിയയിലുള്ള ഒരു ഉം. റെഗുലറായി കാണുന്ന ബേസിസിൽ കാണുന്ന ഒരു ഡോക്ടർ ആകാം. ഓക്കെ മേ ബി അല്ലാന്നുണ്ടെങ്കിൽ അവരൊരു ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പം അവിടെ കാണുന്നതും GP തന്നെ. ഓക്കെ, ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ. അപ്പോൾ GP എന്ന് പറയുന്നത് ഐഡിയലി, താങ്ക് യു അർച്ചന കേട്ടോ. അപ്പോൾ GP എന്ന് പറയുമ്പോൾ ഐഡിയലി നമുക്ക് എന്താ ലൈക്ക് നമ്മളൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UK കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് പോസ്റ്റ് കോഡ്സ് ഉണ്ട്. ഓക്കെ, ആ ഓരോ പോസ്റ്റ് കോഡ്സ് അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള നമ്പർ ഓഫ് ഹൗസസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ GP പ്രാക്ടീസസ് വരിക, അല്ലെങ്കിൽ GP സർജറി. GP എന്ന് പറയുന്നതിന്, പ്രാക്ടീസ് എന്ന് പറയുന്നതിന് തന്നെ വേറൊരു പേരിലും പറയുന്നതാണ് GP സർജറീസ് എന്ന് പറയുന്നത്. രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇതിന് ഓരോന്നിനും തന്നെ എന്താ ഓരോ പ്രാക്ടീസിലും അല്ലെങ്കിൽ GP സർജറീസിലും ഇത്ര ഏരിയ ഓഫ് ഹൗസസ് അല്ലെങ്കിൽ ഇത്ര ഏരിയ ഓഫ് മെമ്പേഴ്സ് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പോസ്റ്റ് കോഡിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് നിയർ ബൈ ഉള്ള GP ഏരിയയിൽ ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയും അവിടുത്തെ രജിസ്റ്റർ ഓൾറെഡി കംപ്ലീറ്റ് ആയി എന്ന് പറയും. അപ്പോൾ എനിക്ക് ഇനി നെക്സ്റ്റ് അടുത്ത് വരുന്ന ഒരു GP പ്രാക്ടീസിലോട്ട് ഞാൻ പോകും. ഓക്കെ, ഇതാണ് ഞാൻ ആദ്യം വീട് മാറി താമസിക്കാൻ വന്നപ്പോഴത്തേനും എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു 2 മൈൽ അപ്പുറമുള്ള ഒരു GP പ്രാക്ടീസിൽ പോയി ഞാൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരുന്നു. ഓക്കെ, അവിടെ ആപ്ലിക്കേഷൻസ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ 2 മൈലിന് മാറിയിട്ട് ഞാനൊരു 3 മൈലിന് അടുപ്പിച്ചുള്ള, അത്രയും പോകേണ്ടി വരില്ല, അടുപ്പിച്ചുള്ള ഒരു GP പ്രാക്ടീസിൽ പോയപ്പോൾ അവിടെ ആപ്ലിക്കേഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തു. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് അവർക്കൊരു കപ്പാസിറ്റി ഉണ്ട്, ആ ഒരു റേഡിയസിനകത്ത് നിൽക്കുന്ന ഏരിയാസ് ആയിരിക്കും അവർ കവർ ചെയ്യുക. ഒരു ഹോൾ ഫാമിലി ആവാം, ഓരോ ഇൻഡിവിജ്വൽ ആയിരിക്കാം, സിംഗിൾ പാരൻസ് ആയിരിക്കാം, ആരാണെങ്കിലും ആ GP പ്രാക്ടീസിൽ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഈ GP എന്ന് പറയുന്നത് അവിടെ മാറി മാറിയുള്ള ഡിഫറെൻറ്റ് ഡോക്ടേഴ്സ് കാണാം അതിനകത്ത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ലെറ്ററിൽ നമ്മൾ നോക്കുക, ഇവർ എപ്പോഴും നോൺ ടു GP, അതായത് ആ കൺസേൺഡ് പേഷ്യൻ്റ്, ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ എൻ്റെ മെഡിക്കൽ ഡേറ്റയും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടും എല്ലാം ആക്സസ് ചെയ്യാനുള്ള കൺസെൻറ്റ് ഞാൻ ആ GPക്ക് കൊടുക്കുകയാണ്, ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന GPക്ക്. ഓക്കെ, ഇപ്പോൾ ഞാൻ നോട്ടിംഗ്ഹാമിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്ററിലുള്ള GPക്ക് എൻ്റെ ആക്സസ് അല്ലെങ്കിൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. മാഞ്ചസ്റ്ററിലും GP ഉണ്ട്, പക്ഷെ അവർക്ക് എൻ്റെ ഡേറ്റ ഞാൻ അവിടെ പോകണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ കൺസെൻറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് നോട്ടിംഗ്ഹാമിലുള്ള എൻ്റെ GPക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്തുള്ളൊരു സംഭവം. അപ്പോൾ ഞാൻ നോട്ടിംഗ്ഹാമിൽ ഉള്ള സ്ഥിതിക്ക് എൻ്റെ പേഴ്സണൽ കൺസേൺസോ എൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസോ ഡിസീസോ വരുന്ന സമയത്ത് ഞാൻ പോകുന്നത് എനിക്ക് അടുത്തുള്ള ജനറൽ പ്രാക്ടീസിലോട്ടായിരിക്കും ഞാൻ പോവുക, GP പ്രാക്ടീസിലോട്ടായിരിക്കും പോയി എൻ്റെ അസുഖങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ആ GPനെ നമ്മൾ പ്രൈമറി കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ GPക്ക് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ചോ, എങ്കിൽ എൻ്റെ GPക്ക് എന്നെ ഒരു റെസ്പിറേറ്ററി ക്ലിനിക്കിലോട്ടോ റെസ്പിറേറ്ററി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോട്ടോ റെഫർ ചെയ്യാം അവിടെ നിന്നുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ റെസ്പിറേറ്ററിയിലോട്ട് പോയി, അപ്പോൾ അവർ എന്നെ കണ്ടപ്പോൾ ആ ക്ലിനിക്കിൽ ഡോക്ടർ ഉണ്ട്, അപ്പോൾ എന്നെ ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അവർ അഡ്മിറ്റ് ചെയ്യാണ് എന്നെ ഹോസ്പിറ്റലിൽ. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ കാര്യങ്ങളും സംഭവങ്ങളെല്ലാം ഡിസീസ് പ്രോഗ്രഷൻസും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് എന്നെ മാനേജ് ചെയ്ത് ഓക്കെ ആക്കി. ഇനി അവർ റെസ്പിറേറ്ററി ടീം ഡിസൈഡ് ചെയ്യാണ്, ഓക്കെ ഇനി ഈ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്ത് ബാക്ക് ടു GP കെയറിലോട്ട് ആക്കാം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും, റെസ്പിറേറ്ററി ടീം GPക്ക് ഒരു ലെറ്റർ എഴുതും തിരിച്ച്. എന്താ പറയുക, ലൈക്ക് ഈ പേഷ്യൻ്റ് ഓൾറെഡി ഞങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടു, ആളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ആൾ പ്രോപ്പർ റെക്യൂപ്പറേറ്റിംഗ് ആണ്, ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ബാക്ക് ടു യുവർ കെയറിലോട്ട് ഞാൻ നിങ്ങളെ ഈ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ബാക്കിയുള്ള ഫർദർ പേഷ്യൻ്റെ കെയറും കാര്യങ്ങളെല്ലാം നോക്കിക്കോണം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഞങ്ങളിലോട്ട് റെഫർ ചെയ്യാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടായിരിക്കും തിരിച്ച് ബാക്ക് ടു GPയുടെ സ്ഥലത്തോട്ട് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തായി, ഈ പേഷ്യൻ്റ് നോൺ ആണ്. മനസ്സിലായോ? ഓക്കെ, പേഷ്യൻറ്റിന് കംപ്ലീറ്റ്ലി ഐഡിയ ഉണ്ട് GPക്ക് എന്താണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ വരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഇൻ കേസ് വേഴ്സ് കേസ് സെനാരിയോ, ഈ പേഷ്യൻ്റ് പുതിയതായിട്ട് മാഞ്ചസ്റ്ററിലോട്ട് മാറി. ഓക്കെ, പേഷ്യൻ്റ് പുതിയതായിട്ട് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആൾ മാഞ്ചസ്റ്ററിലോട്ട് മാറി എന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ GP നോൺ അൺനോൺ എന്ന ഒരു ഐഡിയയിൽ മനസ്സിലാക്കി തരുവാണ്. ഓക്കെ, ഇപ്പം നോൺ നമ്മൾ പറഞ്ഞു. അപ്പോൾ GP ഈ പേഷ്യൻ്റ് മാഞ്ചസ്റ്ററിലോട്ട് റീസെൻ്റ് ആയിട്ടാണ് മൂവ് ഇൻ ചെയ്തത്. അപ്പോൾ അവിടെ പേഷ്യൻ്റ് GPനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ആൾ ഓൾറെഡി ഉള്ളത് നോട്ടിംഗ്ഹാമിലാണ്. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് പറയുന്നത് ഞാൻ മാഞ്ചസ്റ്ററിലോട്ട് മൂവ് ചെയ്തു, എനിക്ക് പുതിയ GPനെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, എൻ്റെ ലൊക്കാലിറ്റി ഇവിടെയാണ്, അഡ്രസ്സ് ഇവിടെയാണ്, എൻ്റെ നിയർ ബൈ GP എന്ന് പറയുന്നത് ഇതാണ്, പക്ഷേ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ മേ ബി ഈ തിരിച്ച് ബാക്ക് ടു റെഫർ ചെയ്യുമ്പോൾ ഇവർക്ക് നോട്ടിംഗ്ഹാമിലേക്ക് റെഫർ ചെയ്താൽ
കാര്യമില്ല, ബിക്കോസ് പേഷ്യന്റിന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. കാര്യം എന്താ, പേഷ്യന്റ് ഇപ്പോൾ കറന്റ് മാഞ്ചസ്റ്ററിലുള്ളത്. അപ്പോൾ അവിടെ അടുത്ത ആക്സസിബിൾ ആയിട്ടുള്ള GP പ്രാക്ടീസിൽ വേണം പേഷ്യനെ റെഫർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ മാഞ്ചസ്റ്ററിലുള്ള GP പ്രാക്ടീസ്, നിയർ ബൈ ലൊക്കാലിറ്റിയിലുള്ള GP പ്രാക്ടീസിനെ കണ്ടുപിടിച്ചു. ഈ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ അവിടത്തേക്ക് ഒരു ലെറ്റർ അയക്കുകയാണെങ്കിൽ തന്നെയും അത് ഈ GPക്ക്, ആ മാഞ്ചസ്റ്ററിലുള്ള GPക്ക് പേഷ്യന്റ് അൺനോൺ ആണ്. ബിക്കോസ് ഇതുവരെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അവരവിടെ ആപ്ലിക്കേഷൻ ഇട്ടിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു നോണും അൺനോണും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു കോമൺ ഡിഫറൻസ് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇവിടെ UK നിന്ന് എക്സാം എഴുതാൻ പോകുന്നവർക്കോ അല്ലെങ്കിൽ അയർലൻഡിലേക്ക് ഉള്ളവർക്കോ നിങ്ങൾക്ക് വളരെ കോമൺ ആണ് GP. കാര്യം നമ്മൾ കോമൺലി പോയി കാണുന്ന ഒരു ഏരിയ ആണ് GP പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതേസമയം നാട്ടിലോ നിങ്ങൾ സൗദിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊട്ടും കോമൺ അല്ല. നമുക്ക് നാട്ടിൽ പ്രൈമറി കെയർ സെന്റർ ഉണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ട്, പബ്ലിക് ഹെൽത്ത് സെന്റർ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വേറൊരു രീതിയിൽ ആക്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഈ GP പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. എല്ലാവർക്കും ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായോ GP എന്ന് പറഞ്ഞത് നോണും അൺനോണും തമ്മിലുള്ള കാര്യം എന്താണെന്നൊരു ഐഡിയ കിട്ടിയോ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോ? ഫൈൻ, പെർഫെക്റ്റ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം നമ്മുടെ ഒരു GP എന്ന് പറയുമ്പോൾ കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പൊ നോൺ ആണെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പേഷ്യന്റിനെ GPക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ ആ ഞാൻ പറഞ്ഞ പോലെ റെസ്പിറേറ്ററി ആയിട്ട് ഇപ്പോൾ നോട്ടിംഗ്ഹാമിലോട്ട് വിട്ടു, നോട്ടിംഗ്ഹാമിൽ നിന്ന് പേഷ്യന്റ് ട്രീറ്റ്മെന്റും മാനേജ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ റെസ്പിറേറ്ററി നമുക്ക് എന്താ ഒരു ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ആണെന്ന് വെച്ചോ, ILD ആണെന്ന് വെച്ചോ പേഷ്യന്റ്. ഓക്കെ, ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്, ആന്റിബയോട്ടിക്സും കാര്യങ്ങളും ചെസ്റ്റ് എക്സ്റേയും എല്ലാം എടുത്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ആളുടെ പ്രോഗ്നോസിസ് ബെറ്റർ ആണ്. ഇനി ആൾക്ക് വീട്ടിൽ പോയി GP കെയറിൽ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ നമ്മൾ GPയിലോട്ട് റെഫർ ചെയ്യുമ്പോൾ GPക്ക് അറിയാം ഈ പേഷ്യന്റിന് ILD ആയിട്ടാണ് എന്ത് ചെയ്തത്, GP ഡോക്ടറിൻ്റെ അടുത്തോട്ട് റെസ്പിറേറ്ററിയിലോട്ട് റെഫർ ചെയ്തതും പേഷ്യന്റ് അഡ്മിറ്റഡ് ആയതും. അപ്പോൾ നമ്മൾ ലൈക്ക് ആസ് യു നോ എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം പറയുന്നത് അവിടെയാണ്. മനസ്സിലായോ? നോൺ കേസ് വരുന്നത് കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ ഈ പേഷ്യന്റ് ILD ആയിട്ട് അഡ്മിറ്റ് ആയതാണ് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഇപ്പോൾ ബാക്ക് ടു GP കെയറിലോട്ട് നമ്മൾ വിടുമ്പോൾ ഓൾറെഡി നമുക്കറിയാം ഈ പേഷ്യന്റ് GPനെ കണ്ടുകൊണ്ടിരുന്നതാണെന്നും പേഷ്യന്റിനെ ബാക്ക് ടു ഇനി പ്രോപ്പർ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റ് വിടുന്നതാണെന്നുള്ള കാര്യം GPക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ പഴയ എല്ലാ ഹിസ്റ്ററിയും എഴുതേണ്ട ആവശ്യമില്ല മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ലെറ്റർ നമുക്കൊന്ന് നോക്കാം എന്താണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ മിസ്സസ് ആനി ഈസ് എ റെസിഡന്റ് ഓഫ് സ്റ്റാർ. ഇത് ജസ്റ്റ് ഒരു ബ്രീഫിംഗ് മാത്രമാണ് കേട്ടോ. നമ്മുടെ എന്തായിരുന്നു ലെറ്റർ എന്നുള്ള കാര്യം നമ്മുടെ കാൻഡിഡേറ്റ്സ് എക്സാം കഴിഞ്ഞപ്പം അവരുടെ മെമ്മറിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, അവർ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, എക്സാക്ട് ലെറ്ററോ കാര്യങ്ങളോ ഒന്നുമല്ല. അവരൊരു ബ്രീഫിംഗ്, അവർ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഫർദർ ബാക്കി നമ്മുടെ റെഗുലർ ബാച്ചുള്ള കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കുട്ടികളുടെ അടുത്ത് നിന്ന് അപ്ഡേറ്റ് ചോദിച്ച് അവർ പറയുന്ന ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ ലെറ്റേഴ്സ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്നിപ്പോൾ ഇതൊരു കോമൺ ഡിസ്കഷൻ ആക്കി എന്നേ ഉള്ളൂ എന്തായാലും. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ജനുവരി എക്സാമിന് സംഭവിച്ചതെന്ന് വെച്ചാൽ മിസ്സസ് ആനി എന്ന് പറയുന്ന റെസിഡന്റ് ആണ് സ്റ്റാർ ഹെൽത്ത് സെന്ററിലെ. കറന്റ് ഷീ ഈസ് ഷോയിങ് സിംറ്റംസ് ലൈക്ക് പാലർ, സിവിയർ ഫെറ്റിക്, ലോ മൂഡ്, അനീമിയ. അതൊക്കെ ക്വറി. അനീമിയയുടെ തൊട്ട് മുന്നിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ദാറ്റ് മീൻസ് ക്വറി അനീമിയാണ്. റൈറ്റ് എ ലെറ്റർ ടു ഡോക്ടർ സൂസൻ, ആനീസ് ഫാമിലി GP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആനീസ്, ഇവിടെ ഒരു അപ്പോസ്ട്രോഫി എസ് ഉണ്ട്. അപ്പോസ്ട്രോഫി എസിന്റെ മീനിങ് എന്താ ആർക്കെങ്കിലും പറയാവോ? ആനീസ് ഫാമിലി GP എന്ന് പറയുമ്പോൾ ആനിയുടെ അല്ലെ? ആനിയുടെ. ഓക്കെ, ഫൈൻ, പെർഫെക്റ്റ്. എന്ന് വെച്ചാൽ എന്താണത് ലൈക്ക് ഉദ്ദേശിക്കുന്നത്? നോൺ ആയിരിക്കും, അൺനോൺ ആയിരിക്കും? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? മേ ബി ഇത്രയും മാത്രം വെച്ച് ഓക്കെ, ഫൈൻ. അപ്പൊ ബാക്കി നമുക്ക് താഴേക്ക് വായിച്ചു നോക്കാം എന്തായാലും. അപ്പൊ മിസ് ആനി ഹാഡ് എ ഫോൾ അറ്റ് കെയർ ഹോം ആൻഡ് ദർ ഇസ് എ മൈനർ ലാസറേഷൻ ഇൻ ഹെർ ലെഗ്. അല്ലെ, ആനി ഇപ്പൊ എന്താണ്, കെയർ ഹോമിലാണ് പുള്ളിക്കാരി ഉള്ളത്. പുള്ളിക്കാരിക്ക് ഒരു ഫോൾ സംഭവിച്ചു. ആൻഡ് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എവിടെയോ ഉണ്ട്, നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്തേക്കണം കേട്ടോ, എവിടെയെങ്കിലും ആണെങ്കിൽ. ഓക്കെ, കുഞ്ഞിന്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ മിസ് ആനി ഹാഡ് എ ഫോൾ. അയ്യോ, കുഴപ്പമില്ല, നിങ്ങൾ സംസാരിച്ചോ, അതിനൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തോ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഫൈൻ. അപ്പോൾ മിസ് ആനി ഹാഡ് എ ഫോൾ അറ്റ് കെയർ ഹോം ആൻഡ് ദർ ഈസ് മൈനർ ലാസറേഷൻ ഇൻ ഹെർ ലെഗ്. You are a community health nurse who visited Annie and assessed the wound, dressing done, administered paracetamol. അപ്പം നമ്മൾ ആരാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് ഇവിടെ അടുത്ത റോളാണ് വരുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലുള്ള നേഴ്സും കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് എന്ന് പറയുമ്പോൾ ആ വേർഡ് എക്സ്പ്ലെയിൻ ഇറ്റ് സെൽഫ് അല്ലേ, എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ്.
അപ്പോൾ അവർക്കാണ് എന്താ കെയർ ഹോമിലേക്കുള്ള പേഷ്യൻറ്റിനെ ഇൻപേഷ്യൻസിനെ പോയി കാണാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിനായിരിക്കും. മനസ്സിലായി? അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ഞാൻ പറഞ്ഞു വരാം, നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ഒന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, കാര്യം നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്താണ് ബേസിക്കലി ഓരോരുത്തരുടെ റോള് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് ലെറ്ററിനെ പ്രോപ്പറായിട്ട് നമുക്ക് പെർസീവ് ചെയ്ത് അത് എന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സാണ് എന്ത് നമ്മളാണ് വിസിറ്റ് ചെയ്യുന്നത്, ആനീനെ വിസിറ്റ് ചെയ്ത് വൂണ്ട് അസസ് ചെയ്തു, ഡ്രസ്സിങ് കൊടുത്തു, പാരസെറ്റമോൾ എല്ലാം പെയിന് കൊടുത്തു, റീവിസിറ്റഡ് അഗൈൻ പേഷ്യൻറ്റ് ഷോയിങ് ഡിക്രീസ് മൊബിലിറ്റി. വീണ്ടും നമ്മൾ പോയി കണ്ട് എഡ്യൂക്കേറ്റ് ദ പേഷ്യൻറ്റ് ടു ഇൻക്രീസ് മൊബിലിറ്റി ആൻഡ് നോട്ടീസ് അതർ സിംറ്റംസ് ലൈക്ക് എക്സേർഷൻ ഓൺ ബ്രീത്തിങ്, പിന്നെ ലോസ് ഓഫ് appetite and pallor. Patient given consent to see her family GP. She is diabetic since 2002. Metformin എടുക്കുന്നുണ്ട് 500 milligram twice a day. She is worried about her family. She is a widow and has son who recently diagnosed with depression and medical history and presenting problem. Write a letter to her family GP to visit Annie at care home. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഇതൊരു നോൺ കേസ് ആണോ അൺനോൺ കേസ് ആയിരിക്കോ? നോൺ കേസ്. ഉറപ്പാണോ എല്ലാവർക്കും? Unknown one. അൺനോൺ എന്ന് പറഞ്ഞാൽ ആരാ? എങ്കിൽ എൻ്റെ റീസൺ ഒന്ന് പറയാമോ? രണ്ടിടത്തും ചോദിക്കോട്ടെ. നോൺ പറഞ്ഞതിന്റെ റീസൺ എനിക്കറിയണം, അൺനോൺ പറഞ്ഞതിന്റെ റീസൺ എനിക്കറിയണം. അൺനോൺ പറഞ്ഞ ആളുടെ റീസൺ ഒന്ന് പറയാമോ? സാർ ഇതിന്റെ അകത്ത് May- കൺസെന്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പേഷ്യന്റ് ഗിവൻ കൺസെന്റ് ടു സീ ഫാമിലി. ആഡ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. ആഡ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് പ്രസന്റിംഗ് പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. പിന്നെ നല്ല പോയിന്റ്സ് ആട്ടോ, പറഞ്ഞെല്ലാം നല്ല പോയിന്റ്സ് ആണ്. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു, കേട്ടില്ല, പറഞ്ഞു. 2 പോയിന്റ് കിട്ടി നമുക്ക്. അൺനോൺ ആവുന്നതിന് 2 പോയിന്റ് പറഞ്ഞു. ഫാമിലി GP. ഫാമിലി GP. Patient given consent to see her family GP എന്ന് കൊടുത്തിട്ടുണ്ട്. പേഷ്യന്റ് ഗിവൻ കൺസെന്റ് ടു മീറ്റ് എ ഫാമിലി GP എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു പോയിന്റ് എന്തായാലും മെയിൻ ആയിട്ട്. അപ്പം ഇനി നോൺ പറഞ്ഞ ആൾക്കാർ നോൺ എന്തുകൊണ്ട് വന്നു എന്ന് പറയാവോ? നോൺ Known case is it is saying family GP. കേസ് സെയിം ഫാമിലി GP. ഓക്കെ, ഫൈൻ. പിന്നെ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ചാറ്റ് ബോക്സിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഫാമിലി GP ആണ്. തൃപ്തി പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഫാമിലി GP ഡസൻ നോ എവ്രി വൺ ഇൻ ദ ഫാമിലി. ഓക്കെ, ഫൈൻ, നല്ല പോയിന്റ് ആണ്. ശീതൽ സർ നോട്ട് ക്ലിയർ. ശീതൽ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഫാമിലി GP കൺസെന്റ് ടു സീ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ നിങ്ങൾക്ക് പറയാനായിട്ട്? നോൺ ആവുന്നതിന്റെ റീസൺ എന്തെങ്കിലും ഉണ്ടോ? Revisited again, patient showing degrees revisited. റീവിസിറ്റഡ് അഗെയിൻ പേഷ്യന്റ്. കേട്ടില്ല, ഒന്നുകൂടെ പറയാവോ? പേഷ്യന്റിനെ Patient വീണ്ടും റീവിസിറ്റ് ചെയ്യാം. പേഷ്യന്റിനെ റീവിസിറ്റ് ചെയ്തിരിക്കുന്ന അപ്പൊ നേഴ്സാണ്. ഡോക്ടർ നേഴ്സാണ് റീവിസിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളാ റീവിസിറ്റ് ചെയ്ത പേഷ്യന്റിനെ. ഓക്കെ, ആനീസ് ഫാമിലി GP എന്ന് പറയുന്നു. എന്താണ്? ഒന്നുകൂടെ പറഞ്ഞേ, കേട്ടില്ല. ആനീസ് ഫാമിലി GP എന്ന് പറയുന്നുണ്ട്. ആനിയുടെ ഫാമിലി GP ആണെന്ന് പറയുന്നുണ്ട് എന്തായാലും അല്ലേ? അപ്പോൾ എല്ലാ ഈ ഫാമിലി GP ആണെന്ന് പറയുമ്പോൾ ഉള്ള ഒരു കൺസേൺ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് ഡൗട്ടുകൾ നമ്മൾ കാര്യങ്ങളെന്നെല്ലാം മാറ്റാം. ആനിയുടെ ഫാമിലി GP ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരിടത്തും തന്നെ ഈ GP അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ല ഈ GP എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ അതിനകത്ത് വരും. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ പേഷ്യൻറ്റിൻ്റെ ഒരു മെഡിക്കൽ ഡേറ്റ അവിടെ ഓൾറെഡി ഉണ്ട് എന്താണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആ മെഡിക്കൽ ഡേറ്റ പേഷ്യൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ GPയുടെ കയ്യിലുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് ഓൾറെഡി കാണാൻ അറിയാമായിരിക്കും പേഷ്യൻറ്റിന് എന്താ ലൈക്ക് ആരാണ് ഈ പേഷ്യൻ്റ് എന്നും പേഷ്യൻ്റെ പ്രോപ്പർ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ ആ GPയുടെ അടുത്ത് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല പേഷ്യൻറ്റിനെ നേരത്തെ ഈ GP കണ്ടിട്ടുണ്ടോ ഉള്ളോ എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താ ഏറ്റവും താഴെയായിട്ട് ആഡ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് പ്രസന്റിംഗ് പ്രോബ്ലം ആൻഡ് റൈറ്റ് എ ലെറ്റർ ടു ഹർ ഫാമിലി GP ടു വിസിറ്റ് ആനി അറ്റ് കെയർ ഹോം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ നമ്മളെ നാവിഗേറ്റ് ചെയ്ത് നമ്മളെ മാറ്റാനുള്ള ഒരു പോയിന്റാണ്. പ്ലസ്
പേഷ്യൻ ഗിവൻ കൺസെന്റ് ടു സീ ഹർ ഫാമിലി GP, അത് ഓക്കെ ഫൈൻ, അത് നമുക്ക് എന്തുകൊണ്ട്, കാര്യം പേഷ്യന്റ് കെയർ ഹോമിലുള്ളതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും അത് പറയാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് എടുത്ത് പറയുന്നുണ്ട്, ആഡ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് പ്രസന്റിംഗ് പ്രോബ്ലം ആൻഡ് റൈറ്റ് എ ലെറ്റർ ടു ഹർ ഫാമിലി GP ടു വിസിറ്റ് ആനി അറ്റ് കെയർ ഹോം. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ, ആ GP ചിലപ്പോൾ ആ GP പ്രാക്ടീസിൽ ഈ പേഷ്യന്റ് കെയർ ഹോമിലാണെന്നുള്ള കാര്യം അറിയായിരിക്കും, പക്ഷേ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ നേരത്തെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ പേഷ്യന്റ് ഇപ്പോഴത്തെ പ്രസന്റിങ് പ്രോബ്ലം എന്താണെന്നോ അവർക്ക് കോൺടാക്ട് ചെയ്യേണ്ടിയോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ പറയേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ GP ആയിട്ട് ഈ റീസെന്റ് ആയിട്ട് ഒന്നും തന്നെ കോൺടാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പോയിന്റ് അവിടെ ഫാമിലിയുടെ GP ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആനിയുടെ GP ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആഡ് മെഡിക്കൽ ഹിസ്റ്ററിയും പ്രസന്റിങ് പ്രോബ്ലം എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ GP പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, കറണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നോൺ ആയിരിക്കില്ല. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ലെറ്റർ ഫാമിലി, അതായത് ആനിയുടെ ഫാമിലി GPക്ക് എഴുതാൻ പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പറയുന്നില്ല പേഷ്യന്റെ മെഡിക്കൽ ഹിസ്റ്ററി ആഡ് ചെയ്യാനും പ്രസന്റിംഗ് പ്രോബ്ലം ആഡ് ചെയ്യാനും, അല്ലെങ്കിൽ ഇൻ കേസ് എവിടെയെങ്കിലും പറയാണ് GP ബാക്കി കാര്യങ്ങളും കെയർ എല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നുള്ള പോയിന്റുകൾ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയായിരുന്നു ഈ പേഷ്യന്റ് എന്ന് പറയുന്നത് ഈ GPക്ക് നോൺ ആണ്, അല്ലെങ്കിൽ ആ GP പ്രാക്ടീസിന് നോൺ ആണ്. ഓക്കെ, പക്ഷെ ഇൻ കേസ് ലെറ്ററിൽ ഒരു പോയിന്റ് വരികയാണ്, ഇതാണ് കുറച്ച് കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് നമുക്ക് പേഷ്യന്റിന്റെ GP എന്ന് പറയുമ്പോൾ അതെങ്ങനെ അൺനോൺ ആയി എന്നുള്ളതിന്റെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഇപ്പം മാറി മാറി പല രീതിയിൽ മാറ്റിയും തിരിച്ചൊക്കെ വരും. ഓക്കെ, നമ്മളെ കൺഫ്യൂസ് ആക്കാനുള്ള രീതിയിൽ. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് കാണുമ്പോൾ, കാര്യം നമ്മളെല്ലാവരും പഠിപ്പിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ എക്സാമ്പിൾസ് പറയുന്നത് പേഷ്യന്റിന്റെ GP അല്ലെങ്കിൽ ഒരു അപ്പോസ്ട്രോഫി എസിട്ട് പേഷ്യന്റ് GP എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പേഷ്യന്റിനെ അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കും GP എന്ന് തന്നെ ആയിരിക്കും. അത് ഒബ്വിയസ്ലി കറക്റ്റ് തന്നെയാണ്. പക്ഷേ താഴേക്ക് പോകുമ്പോൾ ലെറ്ററിന്റെ കണ്ടന്റിനകത്ത് പറയുകയാണ് പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി അടക്കം അല്ലെങ്കിൽ പ്രസന്റിംഗ് പ്രോബ്ലം അടക്കം എല്ലാ കാര്യങ്ങളും GPനെ ഒന്നും കൂടെ ഇൻഫോം ചെയ്യാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് കേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം? ലൈക്ക് പേഷ്യന്റിനെ അറിയാമെന്നുണ്ടെങ്കിൽ പോലും നമ്മളത് അൺനോൺ ആയിട്ടുള്ള രീതിയിൽ ആ ലെറ്റർ എഴുതേണ്ടി വരും. മനസ്സിലായോ? കാര്യം അവർക്ക് ഇപ്പോഴത്തെ പേഷ്യന്റിന്റെ സ്റ്റാറ്റസ്, അതായത് പേഷ്യന്റിന് ഫോൾ ഉണ്ടായ കാര്യങ്ങളോ പേഷ്യന്റിന്റെ കറണ്ട് ആയിട്ടുള്ള പ്രോബ്ലംസോ മെഡിക്കൽ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടായിരിക്കും. ഇപ്പം നമ്മൾ നോൺ ആയിട്ട് എല്ലാം അറിയാമെന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ മിസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ആ ലെറ്ററിൽ റെലവൻറ്റ് ഇൻഫർമേഷൻസ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പേഷ്യന്റിനെ മേ ബി അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നോൺ ആയിട്ടുണ്ടെങ്കിൽ പോലും ഇൻഫർമേഷൻസ് നമ്മൾ എഴുതുമ്പോൾ ഒരു അൺനോൺ ലെറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതേണ്ടി വരും. പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? Yes. Yes, sir. Yes, sir. ഓക്കെ ആണോ? Yes, sir. Yes, sir. Yes. ഇത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാക്കിയ ലെറ്റർ ആണ്. ഭയങ്കര കോമൺ ആയിട്ട് മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉള്ള ഒരു ലെറ്റർ ആണ് കേട്ടോ. പിന്നെ ഒരു പോയിന്റ് ജസ്റ്റ് പറഞ്ഞു, നമ്മളൊരു 9 മിനിറ്റിൽ ഈ സെഷൻ എൻഡ് ചെയ്യും. നിങ്ങൾ ഒന്നും കൂടെ ഈ സെയിം ലിങ്കിൽ തന്നെ റീജോയിൻ ചെയ്താൽ മതി കേട്ടോ. സെഷൻ എൻഡ് ചെയ്ത് പോവാണ് ഓട്ടോമാറ്റിക്കലി എങ്കിൽ ഈ സെയിം ലിങ്കിൽ തന്നെ ഒന്നും കൂടെ റീജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഇവിടെ പേഷ്യന്റിന്റെ GP എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല. ഓക്കെ, താഴേക്ക് പോകുന്ന സമയത്ത് പക്ഷെ പറയുന്നുണ്ട് എന്താ, പേഷ്യന്റിനെ GP എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നോ എന്തെങ്കിലും റീസെന്റ് ആയിട്ടുള്ള കാര്യം അറിയാമെന്നോ ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ നിങ്ങൾ എടുക്കുക, ആ റെസ്പിറേറ്ററി പേഷ്യന്റിനെ നോട്ടിംഗ്ഹാമിൽ നിന്ന് റെസ്പിറേറ്ററി സ്പെഷ്യലിസ്റ്റിനോട്ട് റെഫർ ചെയ്ത കാര്യം, അവിടെ GP അറിഞ്ഞാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇല്ലേ? ഞാനത് എടുത്ത് പറഞ്ഞിരുന്നു ആ ഒരു പോയിന്റ്. അത് പറഞ്ഞത് തന്നെ ഈ ഒരു ലെറ്ററിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്, നിങ്ങൾക്കത് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടെ ആണെങ്കിലോ, ഇവിടെ എടുത്ത് പറയുന്നുണ്ട് മെഡിക്കൽ ഹിസ്റ്ററിയും പ്രസന്റിംഗ് പ്രോബ്ലവും ലെറ്റർ എഴുതുന്ന സമയത്ത് GPനെ അറിയിക്കാൻ പറയുന്നുണ്ട് മെയിനായിട്ട് ഇല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്, ഇവിടെ GPക്ക് നോൺ ആണെങ്കിൽ പോലും അൺനോൺ ലെറ്റർ എന്നുള്ള ഒരു ഫോർമാറ്റിൽ നമ്മൾ പേഷ്യന്റ് മെഡിക്കൽ ഹിസ്റ്ററി ആവട്ടെ ഇപ്പോഴത്തെ പ്രസന്റിംഗ് കംപ്ലൈന്റ് ആവട്ടെ എല്ലാം എഴുതേണ്ടി വരും റെലവൻറ്റ് ഇൻഫർമേഷൻ ആയിട്ട്. അതൊന്നും ഇറലവൻ്റ് ആയിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പൊ നമ്മൾ ഫാമിലി എഴുതണോ? കേട്ടില്ല. ഫാമിലി പേഴ്സണൽ ഹിസ്റ്ററി വരുമല്ലോ, പേഴ്സണൽ ഹിസ്റ്ററി പേഴ്സണൽ ഹിസ്റ്ററി ഒന്നും നമ്മൾ അതൊന്നും വേണ്ടല്ലോ, മെഡിക്കൽ ഹിസ്റ്ററി മാത്രം മതിയല്ലോ. അതെ, അൺനോൺ മെഡിക്കൽ കേസ്, ഹിസ്റ്ററി മാത്രം. അതെ, മെഡിക്കൽ ഹിസ്റ്ററി കാര്യം അൺനോൺ കേസ് വേണ്ടി വരില്ല. ആ GPക്ക് ഓൾറെഡി അറിയായിരിക്കും പേഷ്യന്റ് ഇപ്പൊ കെയർ ഹോമിലാണെന്നുള്ള കാര്യം അറിയായിരിക്കും. ആൻഡ് അപ്പൊ നമുക്ക് അവിടെ വേണമെങ്കിൽ വെക്കാം, ആസ് യു നോ ദ പേഷ്യന്റ് ഇസ് ഓൾറെഡി ഇൻ ദ കെയർ ഹോം, however she had a fall എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ മെഡിക്കൽ ഹിസ്റ്ററിയിൽ അവിടെ നമുക്ക് പറയാൻ പറ്റില്ല ആസ് യു നോ ദിസ് പേഷ്യന്റ്, അല്ലെങ്കിൽ പേഷ്യന്റ് എന്താ ആനി ഹാഡ് എ ഫോൾ എന്ന് നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. ബിക്കോസ് GP അത് അറിഞ്ഞിട്ടില്ല പേഷ്യന്റ് ഒരു ഫോൾ ഉണ്ടായ കാര്യം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഓക്കെ സാർ.
ഓക്കെ, അത്രേ ഉള്ളൂ. അല്ല നമ്മൾ സോഷ്യൽ ഹിസ്റ്ററിയോ ബാക്കി കാര്യങ്ങളോ ഒന്നും തന്നെ അതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരില്ല എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, ക്ലിയർ ആണോ? വേറെ Okay, sir. ഡൗട്ട് Thank ഉണ്ടോ അതിനകത്ത്? you. Yes, sir. No, sir. ഓക്കെ ആണല്ലോ. അപ്പോൾ ജി പിയുടെ ജസ്റ്റ് കാര്യം ഇത് ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ലെറ്റേഴ്സ് എടുക്കുന്ന സമയത്താണെങ്കിലും നമ്മളിപ്പോൾ MNC അക്കാഡമിയുടെ നമ്മൾ ക്ലാസ് നടത്തുന്ന സമയത്താണെങ്കിലും നമ്മൾ നിയർലി ഒരു 3 to 4 GPയുടെ ലെറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഒരു പാറ്റേണിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു നോൺ കേസ് കാണും, അൺനോൺ കേസ് കാണും. നോൺ അൺനോൺ ആയിട്ട് എങ്ങനെ വരും എന്നുള്ള രീതിയിൽ, അതായത് ആ ഇൻഫർമേഷൻസ് നോൺ തന്നെ ആയിരിക്കും, പക്ഷേ ഇൻഫർമേഷൻസ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നോൺ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു വെക്കുന്നത് എന്താ, നമ്മളൊരു കാണാപ്പാഠം പഠിച്ചു വെക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, നമ്മൾ അതാണ് ക്ലിയർ ആയിട്ട് നമ്മൾ എന്താണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സെനാരിയോയിൽ സംഭവിക്കുന്നത് എന്ന് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ബേസിക് തിയറി മനസ്സിലാവുക, ഈ GP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. ഓക്കെ, ഇപ്പം ഞാൻ അതാണ് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കി തന്നത്. GP നോൺ ആയിരിക്കാം. ഇൻ കേസ് ഇവിടുത്തെ കേസിൽ GP ഓൾറെഡി അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് ഫാമിലി GP എന്ന് പറയുന്നത്. പക്ഷേ ഫാമിലി GPയിലുള്ള ഈ പുള്ളിക്കാരനെ അറിയുകയും ചെയ്യായിരിക്കും, പക്ഷേ അവരുടെ ഇപ്പോഴത്തെ കാര്യം അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്തായിട്ട് എഴുതേണ്ടി വരും, അൺനോൺ ആയിട്ട് തന്നെ എഴുതേണ്ടി വരും. അത് GP അൺനോൺ എന്നുള്ള രീതിയിലല്ല, ഇൻഫർമേഷൻസ് അൺനോൺ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ലെറ്റർ ഫോർമുലേറ്റ് ചെയ്യേണ്ടി വരും. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള GP ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോ. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ വിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓഡിയോയിൽ ചോദിക്കാം. സാർ, ഇതിനകത്ത് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് ആസിനോ വെച്ച് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അപ്പോൾ പറയണോ? ആസിനോ വെച്ച് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി പറയാൻ പറ്റില്ല, ഞാൻ എടുത്ത് പറഞ്ഞില്ലേ. കാര്യം ഇപ്പൊ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ആഡ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആസിനോ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇപ്പോഴത്തെ മെഡിക്കൽ ഹിസ്റ്ററിയും പ്രസന്റേയും പ്രോബ്ലം മാത്രം റിലവന്റ് ആയിട്ട് നമ്മൾ ഒരു ബോഡി പാരഗ്രാഫ് ആയിട്ട് എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ. അതെ, ഉറപ്പായിട്ടും. ഓക്കെ, ക്ലിയർ ആണോ അത്? ക്ലിയർ ആയി സാർ. ഓക്കെ, ഇനി എന്തെങ്കിലും അല്ലാത്ത ഈ ലെറ്റർ അല്ലാതെ നിങ്ങൾക്ക് GPയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? GP ലെറ്റേഴ്സ് ഒരുപാട് ലെറ്റേഴ്സ് എനിക്ക് നമ്മുടെ പഴയ എക്സാം പ്രിപ്പറേഷൻ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സമയത്തിൻ്റെ കുറേ പ്രശ്നങ്ങളും സ്കെഡ്യൂൾസും തിരക്കൊക്കെ ആയതുകൊണ്ടാണ് റീസെൻ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഇനിയുള്ള കമ്മിങ് എക്സാംസിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മാക്സിമം നോക്കാം കേട്ടോ. നിങ്ങളിലേക്ക് സെഷൻസ് മാക്സിമം കൊണ്ടുവരാൻ എന്തായാലും. ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അറിയാമല്ലോ, നമുക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ കൂട്ടത്തിൽ വിട്ട് പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് മിനിറ്റ് വീഡിയോസിനകത്തൊക്കെ ഒരുപാട് GPയുടെ ലെറ്റേഴ്സ് ഞാൻ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് യൂട്യൂബിൽ കയറി നോക്കുകയാണെങ്കിൽ അതൊക്കെ ആക്സസ് ചെയ്ത് നിങ്ങൾക്ക് കാണാനും സാധിക്കും എന്തായാലും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കോമൺ ഇവിടെ എന്ന് വെച്ചാൽ ഈ കെയർ ഹോം ഭയങ്കര റെലവൻ്റ് ആണ്. ഈ കെയർ ഹോം എന്ന് പറയുന്ന സെനാരിയോ മനസ്സിലായോ? അപ്പോൾ ആ കെയർ ഹോമിലേക്കുള്ളൊരു കമ്മ്യൂണിറ്റി നഴ്സിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ കെയർ ഹോമിലേക്കുള്ള നഴ്സിനേക്ക് നമ്മൾ എഴുതുന്നതാണെന്നുണ്ടെങ്കിലും പേഷ്യൻ്റ് തിരിച്ചു പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ പേഷ്യൻ്റ് തന്നെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് ഫോൾ ഉണ്ടായി. ഓക്കെ, ഫോൾ ഉണ്ടായി, നമുക്ക് കെയർ ഹോമിൽ മാനേജ് ചെയ്യാൻ പറ്റാതെ, ഇപ്പോൾ ഒരു മൈനർ ലാസറേഷൻ ആണെന്നാണ് പറയുന്നത്, അത് നമുക്ക് കെയർ ഹോമിൽ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നഴ്സ് ഒന്ന് മാനേജ് ചെയ്യാം. ഇനി പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു നെക്ക് ഓഫ് ഫീമർ ഫ്രാക്ചർ നോഫ് അങ്ങനെ ഉണ്ടായെന്ന് വെച്ചോ, അപ്പോൾ ഉണ്ടായെങ്കിൽ അത് സസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ പേഷ്യൻ്റ് ഒരു പ്രോപ്പർ ഫോൾ വന്ന ഒരു നെക്ക് ഓഫ് ഫീമർ ഫ്രാക്ചർ എന്തെങ്കിലും നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഈവൻ പേഷ്യൻ്റ് നമുക്ക് എടുത്ത് മാറ്റാൻ പോലും നമുക്ക് കെയർ ഹോമിൽ പറ്റില്ല. നമ്മൾ ഡയറക്റ്റ് 999 വിളിച്ച് ആംബുലൻസ് വന്ന് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വെച്ച് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് മേ ബി സർജറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പേഷ്യൻ്റ് അവിടെ നിന്ന് റെക്യൂപ്പറേറ്റ് ചെയ്ത് ഓക്കെ ആയി പേഷ്യൻറ്റിനെ ബാക്ക് ടു കെയർ ഹോം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ലെറ്റർ കെയർ ഹോമിലുള്ള നഴ്സിനോ നഴ്സ് മാനേജറിനോ അവിടുത്തെ കെയർ ഹോം മാനേജറിനോ ആയിരിക്കും നമ്മൾ ലെറ്റർ എഴുതുക. എങ്കിൽ ആ ലെറ്റർ എന്തായിരിക്കും? നോൺ ആയിരിക്കും, അൺനോൺ ആയിരിക്കും? എന്തുകൊണ്ടാണ് നോൺ ആയേ? പറഞ്ഞോ, പതുക്കെ പറയണ്ട, ഒച്ചത്തിൽ പറഞ്ഞോ. ഓൾറെഡി പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തത്. അതെ, വെരി ഗുഡ്. ഓൾറെഡി പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത് അവിടെ തന്നെയാണല്ലോ എന്തായാലും അല്ലേ. കാര്യം പേഷ്യന്റിനെ അവിടെ വെച്ച് മാനേജ് ചെയ്യാൻ, കാര്യം കെയർ ഹോമിൽ ഡോക്ടർ സർവീസ് അവൈലബിൾ അല്ല, മനസ്സിലായോ? കെയർ ഹോംസ് എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ഹോമാണ്, അതായത് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തയോ അല്ലെങ്കിൽ ആൾക്കാർ ബാക്കിയുള്ള മറ്റുള്ള ആൾക്കാർക്ക് നോക്കാൻ പറ്റാത്തതായിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഇൻപേഷ്യൻസ് ഇൻമേറ്റ്സ് ഉള്ള സ്ഥലമാണ് ഈ കെയർ ഹോംസ് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസ് എന്ന് പറയുന്നത്, റെസിഡൻഷ്യൽ ഹോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഡോക്ടറിൻ്റെ സർവീസ് നമുക്ക് ലൈക്ക് 24 എപ്പോഴെങ്കിലും ഒരു എമർജൻസി നമുക്ക് അവൈലബിൾ ആയിരിക്കും, പക്ഷേ ഓൾ ദ ടൈം അവിടെ അവൈലബിൾ അല്ല. അവിടെ നഴ്സസും സീനിയർ കെയറാസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇതേപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആയിട്ടുള്ള വന്നിട്ടുള്ള ആൾക്കാർ മാത്രമേ ആയിരിക്കും അവൈലബിൾ ഉള്ള.
ടീന പറഞ്ഞു, ടീനയുടെ ഹാൻഡ് റൈസ്ഡ് ആണ്, ഡൗട്ട് ഉണ്ടോ? അതോ ജസ്റ്റ് അറിയാതെ കൈ കൊണ്ടതാണോ? അറിയാതെ അറിയാതെ കൈ കൊണ്ടതാ, ഫൈൻ. വേറെ ആരും ഒന്നും സാർ, ഇങ്ങനത്തെ ഒരു സിനാരിയോ വരുമ്പോൾ നമ്മളിപ്പം കെയർ ഹോമിൽ നിന്ന് നമ്മുടെ പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശരിക്കും അതൊരു അൺനോൺ കേസ് എന്നുള്ള രീതിയിൽ തന്നെ അപ്പൊ നമ്മള് പേഷ്യന്റ് സോഷ്യൽ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി അപ്പൊ അവിടെ പറയണ്ടേ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? ഇങ്ങനെയായിരുന്നു. പേഷ്യന്റ് കെയർ ഹോമിൽ വെച്ച് സാറ് പറഞ്ഞതുപോലെ ഒരു ജസ്റ്റ് ലാസ്ട്രേഷൻ മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ട്രീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ നെക്കോഫീമർ വന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് പേഷ്യനെ. അപ്പോൾ നമ്മൾ സാധാരണ ലെറ്റർ എഴുതുന്ന പോലെ പേഷ്യന്റിന്റെ ആ സോഷ്യൽ ഹിസ്റ്ററിയും മെഡിക്കൽ ഹിസ്റ്ററിയും ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറിന് പറയണ്ടേ? പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിലോ? ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ലെറ്റർ ഹോസ്പിറ്റലിലേക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആംബുലൻസിലാണ് കൊണ്ടുപോകണേ. അപ്പോൾ അതിന് നമുക്ക് അവിടെ ലെറ്റർ എഴുതി വെയിറ്റ് ചെയ്യാനുള്ള സമയം കാണത്തില്ല. ഓക്കെ, ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ടുള്ള ലെറ്റർ ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണം അവിടെ. കാര്യം അതെ, കാര്യം ഹോസ്പിറ്റലിൽ അറിയില്ലല്ലോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏത് പേഷ്യന്റ് ആണ് പോകുന്നതെന്ന് ഹോസ്പിറ്റലിൽ അറിയില്ലല്ലോ ഈ പേഷ്യന്റ് ആരാണെന്നുള്ള കാര്യമൊന്നും, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം അവിടെ പറയേണ്ടിയിരിക്കും ഉറപ്പായിട്ടും കേട്ടോ. അതേസമയം പേഷ്യന്റിനെ തിരിച്ച് ഇങ്ങോട്ട് വിടുകയാണെങ്കിൽ അത് നോൺ കേസ് ആയിരിക്കും. ബാക്ക് ടു കെയർ ഹോമിലോട്ട് വിടുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് നമ്മുടെ കെയർ ഹോമിലോട്ട് തന്നെ വരുവാന്ന് പറയുകയാണെങ്കിൽ അവിടെ ആ GP അപ്പം നോൺ കേസ് ആണ്. GP അല്ല, കെയർ ഹോം നോൺ കേസ് ആണ്. കെയർ ഹോം നോൺ കേസ് ആണ്. അല്ല, ആ GPക്ക് അപ്പം പേഷ്യന്റിനെ പറ്റി അറിയാം. GPക്കും അറിയാം, കെയർ ഹോമിലും അറിയാം ഉറപ്പായിട്ടും. അറിയാം. ഓക്കെ, ഫൈൻ. ഇപ്പം നമ്മുടെ സെഷൻ ഒന്ന് ക്ലോസ് ആവും, നിങ്ങളൊന്ന് റീജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ധന്യയുടെ ഹാൻഡ് റൈസ്ഡ് ആണ്. നമ്മൾ റീജോയിൻ ചെയ്യുമ്പോൾ ധന്യയുടെ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ജസ്റ്റ് നിങ്ങൾ ഈ സെയിം ലിങ്കിൽ തന്നെ ഒന്ന് ജോയിൻ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. എനിക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഫുൾ പാർട്ടിസിപ്പൻസ് ആയി. 100 ആണ് മാക്സിമം. നമ്മൾ 100 ലിമിറ്റ് റീച്ച് ചെയ്തു ഓൾറെഡി കേട്ടോ. അപ്പം ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ റെക്കോർഡ് സെഷൻസ് ഞാൻ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് അതിൻ്റെ റെക്കോർഡ് സെഷൻ നമ്മുടെ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും ഉറപ്പായിട്ടും കേട്ടോ. ഫൈൻ. എനിക്കൊന്ന് നിയർലി 80 മെമ്പേഴ്സായി ജോയിൻ ചെയ്തു. ജസ്റ്റ് ഒരു മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ തന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് ഓഡിയോ ഓഡിബിൾ ആണോ? പ്ലസ് നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്, പെർഫെക്റ്റ്. ഓക്കെ, ധന്യയുടെ ഹാൻഡ് റൈസ്ഡ് ആണ്. പറഞ്ഞോ ധന്യ, ഡൗട്ട് ചോദിച്ചോ. സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഫാമിലീസ് GP എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഏത് കാറ്റഗറി ആയിട്ടായിരിക്കും സാർ നമുക്ക് എഴുതാൻ പറ്റുക ലെറ്റർ? ഫാമിലീസ് GP എന്ന് പറയുമ്പോൾ അത് നോൺ തന്നെയാണ് ഞാൻ പറഞ്ഞേ, നോൺ തന്നെയാണ് ലെറ്റർ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ഇൻഫർമേഷൻ നമുക്ക് പറയാണ് ആഡ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് പ്രസന്റിംഗ് പ്രോബ്ലം എന്നുള്ളൊരു ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അൺനോൺ രീതിയിൽ ആ ഇൻഫർമേഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യണം. അത്രേ ഉള്ളൂ, അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ലെറ്റർ നോൺ കേസ് തന്നെയായിരിക്കും, പക്ഷെ ആ ഇൻഫർമേഷൻ നമ്മൾ നോർമലി ഒരു നോൺ കേസ് ആണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ടല്ലോ, മനസ്സിലായോ എനിക്ക്? പക്ഷേ ഇവിടെ നമ്മൾ ആഡ് മെഡിക്കൽ ഹിസ്റ്ററി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ഹിസ്റ്ററി അവിടെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, കാര്യം ഇപ്പൊ ഇവിടെ എന്തുകൊണ്ടായിരിക്കും റീസൺ മെഡിക്കൽ ഹിസ്റ്ററി ആഡ് ചെയ്യാൻ പറഞ്ഞത്? കാര്യം പേഷ്യന്റ് ഒരു ലാസറേഷൻ ആണ് വന്നത്, അല്ലെ? ഇപ്പൊ ലാസറേഷൻ ഉണ്ട്, പേഷ്യന്റ് ഹിസ്റ്ററിയിലോട്ട് നമ്മൾ പേഷ്യന്റ് നോക്കുമ്പോൾ പേഷ്യന്റ് ഡയബറ്റിക്കും ആണ്. അപ്പൊ ആ വൂണ്ട് ഹീൽ ചെയ്യുന്നതിനോ ബാക്കിയുള്ള കാര്യത്തിനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പേഷ്യന്റിന്റെ ആ ഇൻഫർമേഷൻ ചിലപ്പോൾ കൺസേൺഡ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷനും കൂടെ ഈ നോൺ കേസ് ലെറ്ററിൽ പറയണം. അല്ലാതെ ലെറ്റർ, സോറി കേട്ടോ ഒരു സെക്കൻഡ്, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അല്ലാതെ ലെറ്റർ അൺനോൺ എന്നല്ല ഞാൻ പറഞ്ഞത്, ലെറ്റർ നോൺ കേസ് തന്നെയാണ്, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ നമ്മൾ ലെറ്ററിൽ നോർമലി നമ്മൾ നോൺ കേസ് എഴുതുന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, പ്രസന്റിംഗ് പ്രോബ്ലം മാത്രമായിരിക്കും നമ്മൾ എഴുതുക. പക്ഷെ ഇവിടെ അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, ആ ഇൻഫർമേഷൻ നമ്മൾ ഇടണം. സോഷ്യൽ ഹിസ്റ്ററി എഴുതേണ്ട യാതൊരു ആവശ്യമില്ല, മനസ്സിലായോ? അല്ലാതെ ലെറ്റർ അൺനോൺ അല്ല കേട്ടോ, ലെറ്റർ നോൺ തന്നെയാണ്. ലെറ്ററിനകത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം പറയണം എന്നേ ഉള്ളൂ. ഓക്കെ സാറേ, അപ്പൊ ഉണ്ടല്ലോ ഫാമിലി GP നോൺ ആണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഇൻട്രൊഡക്ഷനില് ഇപ്പം ഒരിടത്തും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല അവര് റിലേഷൻ ഒന്നും ഉണ്ടെന്ന് പുള്ളിയായിട്ട് ഒരിടത്തും കണ്ടതായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ അപ്പം നോൺ പോലെയാണ് ഇങ്ങനെ പാരഗ്രാഫ് വരുന്നത്. താഴോട്ടുള്ള ഇൻഫർമേഷൻ അറിയത്തില്ലാത്തത് എഴുതണം. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ നമ്മളിപ്പം എങ്ങനെയാ അപ്പൊ അത് എഴുതുക? ഇൻട്രൊഡക്ഷൻ മീൻസ് നോൺ ആയിട്ടാണോ അൺനോൺ ആയിട്ടാണോ? അങ്ങനെ ഫാമിലി GP മാത്രമേ ഉള്ളൂ.
ഫാമിലി ജി പി ഫാമിലീസ് ജി പി എന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പൊ പേഷ്യന്റിന്റെ ഫാമിലി ജി പി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്റെ ജി പിയിൽ ഞാൻ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്റെ ഫാമിലി ജി പി എന്ന് അവിടെ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ എന്റെ ഫാമിലി ജി പിയിൽ ഞാൻ രജിസ്റ്റേർഡ് ആണെങ്കിൽ എന്റെ ഡേറ്റ എല്ലാം അവർക്ക് ആക്സസ് ചെയ്യാനുള്ള കൺസെന്റ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അവിടെ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അവർക്ക് എന്റെ ഡേറ്റാ ബേസ് അവിടെ ഓൾറെഡി ഉണ്ട്. അവർക്ക് എന്റെ ഡേറ്റയും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എന്നെയാണ് റെഫർ ചെയ്യുന്നത് വെച്ചോ. ഓക്കെ, ഞാൻ ജി പിനെ കാണാൻ പോയി. ഞാൻ ഇന്നലെ കണ്ട ഒരു ഡോക്ടർ എക്സിനെയാണ് ഇന്ന് പോയി കാണുന്നത് ഡോക്ടർ വൈനെയാണെന്ന് വെച്ചോ. ഡോക്ടേഴ്സ് മാറി മാറി വരും. ഓക്കെ. അപ്പോൾ ഞാൻ കാണുന്ന സമയത്ത് പുതിയൊരു ഡോക്ടറിനെ ഞാൻ കാണുകയാണ്. ഇന്നലെ എനിക്ക് ചെറിയൊരു ബ്രോങ്കിയൽ ആസ്മയായിട്ടാണ് പോയത്. ആസ്മ ഫ്ലെയർ അപ്പ് ആയപ്പോൾ ഞാൻ ഒന്നും കൂടെ പോവുകയാണ്. അപ്പോൾ പുതിയൊരു ഡോക്ടറിനെ ഞാൻ അവിടെ കാണുകയാണ്. അപ്പോൾ അവർ എൻ്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എൻ്റെ അപ്പോയിൻമെൻറ്റ് സമയത്ത് അവർ ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് കാണാം ഇന്നലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, ആൻഡ് അതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിൽ എൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അവർക്ക് കാണാൻ പറ്റും, ബിക്കോസ് എൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ജി പിക്ക് ഞാൻ നോൺ ആണ്. മനസ്സിലായോ? ഓക്കെ. അപ്പം ഞാൻ അവിടെ നോൺ തന്നെയാണ് ആ സ്ഥലത്ത്, അല്ലെങ്കിൽ ആ ജി പി. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഫാമിലി ജി പി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ ആ ജി പി, ആ കാണുന്ന ഡോക്ടറിനെ അറിയണം എന്ന് ഒരു നിർബന്ധമില്ല, എന്നെ പേഴ്സണലി. മനസ്സിലായോ? പക്ഷെ നമ്മുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാം, അവർക്ക് ആക്സസ് ചെയ്യാനും പറ്റും. നമ്മളൊരു നോൺ ലെറ്റർ ആയിട്ട് തന്നെ നമുക്കത് എഴുതാം. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ പറയാണ്, ഇതുപോലൊരു ഇൻഫർമേഷൻ പറയാണ്, ഇത് നിങ്ങൾ മെഡിക്കൽ ഹിസ്റ്ററിയും കൂടെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ നിങ്ങൾ സോഷ്യൽ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ടി വരത്തില്ല. നോർമൽ എങ്ങനെയാണോ നമ്മൾ നോൺ കേസിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നത് അതുപോലെ തന്നെ നമുക്ക് എഴുതാം. അതിന് യാതൊരു തെറ്റുമില്ല എന്തായാലും. ഓക്കെ. അപ്പൊ ആകെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുള്ള റൈറ്റിംഗ് ടാസ്കിനകത്തുള്ള ഇൻഫർമേഷൻസിൽ മാത്രം ഒന്ന് നോക്കുക എന്താണ് അവിടെ ക്ലിയർലി പറഞ്ഞിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈമും നോൺ കേസ് നമുക്ക് പ്രോപ്പർലി നോൺ കേസ് എന്നുള്ള രീതിയിൽ തന്നെ എഴുതാം. ഇപ്പൊ ഈ ലെറ്റർ, ഈ പരീക്ഷയ്ക്കുള്ള ലെറ്റർ നമുക്ക് അതുപോലെ തന്നെ എഴുതാം, അതിനൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ നമ്മൾ നോർമലി സ്കിപ്പ് ചെയ്യുന്ന മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ. ഓക്കെ. നിവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. നിവിൻ, മെഡിക്കൽ ഹിസ്റ്ററി ക്യാൻ ബി ബോത്ത് പാസ്റ്റ് ആൻഡ് പ്രസന്റ്, റൈറ്റ്? അതെ, ഉറപ്പായിട്ടും മെഡിക്കൽ ഹിസ്റ്ററി ബോത്ത് പാസ്റ്റും പ്രസന്റും വരാൻ എന്തായാലും. അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് പറയുന്നുണ്ടല്ലോ, മെഡിക്കൽ ഹിസ്റ്ററിയും പ്രസന്റിങ് പ്രോബ്ലം പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പാസ്റ്റും പ്രസന്റും നമുക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഹിസ്റ്ററി ആഡ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എടുത്ത് പറയുന്നില്ലല്ലോ, പാസ്റ്റ് ആഡ് ചെയ്യണമെന്നോ പ്രസന്റ് ആഡ് ചെയ്യണമെന്നോ പറയുന്നില്ല. അപ്പോൾ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളും മെൻഷൻ ചെയ്യുക, ഒരു കുഴപ്പമില്ല എന്താണെന്നുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ പ്രസന്റിങ് പ്രോബ്ലം നമ്മൾ എന്തായാലും പറയാം. അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു നോൺ കേസ് തന്നെയാണ്. പക്ഷേ ഇൻഫർമേഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചില ഇൻഫർമേഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മൾ സോഷ്യൽ ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത് ഓൾറെഡി അവിടെ അറിയാം അവർക്ക്, എന്തായാലും ബാക്ക്ഗ്രൗണ്ട് അപ്ഡേറ്റഡ് ആണ്. ഓക്കെ. ഇനി അതേസമയം ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ എൻ്റെ ജി പിയുടെ അടുത്ത് പോകാതെ ഞാൻ സ്ഥലം മാറി ഞാൻ മാഞ്ചസ്റ്ററിലോട്ട് എവിടെയെങ്കിലും പോകുകയാണെന്ന് വെച്ചാൽ എൻ്റെ ഡേറ്റയും കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്ന് വെച്ചോ, അവിടുത്തെ ഡോക്ടറിനെ എന്നെ പറ്റി യാതൊരു കാര്യം അറിയില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി അവർക്ക് ഞാൻ അൺനോൺ ആണ് ആ സമയത്ത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളതൊരു അൺനോൺ ലെറ്റർ ആയിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനെ പറ്റിയിട്ട്? ധന്യ, സുകന്യ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ സാറേ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ അപ്ഡേറ്റ് യുവർ കറന്റ് റിഗാർഡിംഗ് ദ കറന്റ് ഹെൽത്ത് സ്റ്റാറ്റസ് തന്നെ എഴുതാം. പക്ഷെ ബോഡി പാരഗ്രാഫിൽ മെഡിക്കൽ ഹിസ്റ്ററിയും പ്രസന്റ് കംപ്ലൈൻസും എഴുതണം. ആഡ് ചെയ്യണം. അവർ പറയുന്നതാണ് ചെയ്യുക. അതെ, അവർ പറയുന്ന ഇൻഫർമേഷനും കൂടെ കറണ്ട് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാം എന്താണെങ്കിലും. കാര്യം നമ്മൾ അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ അവരെ എന്തായാലും. കാര്യം അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു ഇൻഫർമേഷനിൽ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നവരെ ഇല്ല. അപ്പോൾ അവരുടെ സിസ്റ്റത്തിൽ ഒരു ബേസിക് ഇൻഫർമേഷൻ ഉണ്ട് പേഷ്യന്റിനെ പറ്റിയിട്ട്. പേഷ്യന്റ് കെയർ ഹോമിലാണ്. ഓക്കെ. പേഷ്യന്റ് കെയർ ഹോമിലാണ്, കെയർ ഹോമിലുണ്ട്, ഇതാണ് ഫാമിലി, അല്ലെ പേഷ്യന്റ് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, ഈവൻ ഡയബറ്റീസിന്റെ കാര്യമാണെങ്കിലും മെറ്റ്ഫോമിന്റെ കാര്യങ്ങളാണെങ്കിലും എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം അവിടെ കാണുമായിരിക്കും. ഓക്കെ. അതെല്ലാം അവിടെ പ്രസന്റ് ആയിരിക്കും എന്താണെന്നുണ്ടെങ്കിലും. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ പ്രസന്റ് ഇൻഫർമേഷനും കാര്യങ്ങളും അവിടെ ഒന്നും റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് അറിയില്ലായിരിക്കും. ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും തന്നെ ഈ ഫോൾ ഉണ്ടായത് ഇന്നലെ ആയിരിക്കും. അത് പക്ഷേ ഓട്ടോമാറ്റിക്കലി ജി പിയുടെ റെക്കോർഡിൽ അപ്ഡേറ്റ് ആവില്ല. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി നഴ്സ് ഒന്ന് കെയർ ചെയ്ത് പോയി. അപ്പൊ ഇനിയുള്ള ബാക്കിയുള്ള പേഷ്യന്റിന്റെ കെയറും കാര്യങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജി പിക്ക്, ഫാമിലി ജി പിക്ക് ലെറ്റർ എഴുതുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് അവർ പറഞ്ഞത് ഈ റെലവെന്റ് ആയിട്ടുള്ള പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററിയും മെഡിക്കൽ ഹിസ്റ്ററിയും പിന്നെ പേഷ്യന്റ് പ്രസന്റിങ് പ്രോബ്ലം പറയാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നോൺ കേസ് തന്നെയാണ്. ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് യു ദ കറന്റ് ഹെൽത്ത് സ്റ്റാറ്റസ് തന്നെ നമുക്ക് എഴുതാം. അല്ലാതെ അൺനോൺ ആയിട്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ. ഓക്കെ. ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. Okay. Only present medical history required.
അതെ നിവിൻ, ഓൺലി പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി മാത്രമായിട്ട് നമ്മൾ പറഞ്ഞാൽ മതിയായിരിക്കും. കാര്യം പാസ്റ്റിന്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം GP യുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. എന്തായാലും ആ ഹിസ്റ്ററി ഡേറ്റയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ചാറ്റ് ബോക്സിൽ ഉള്ളത് കൊണ്ടാണ് നോക്കുന്നത്. ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഫൈൻ. അപ്പോൾ ഇത് ഏകദേശം എനിക്കറിയാം ഒരുപാട് ഡൗട്ട് GP യുടെ കാര്യത്തിൽ വരും എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ടാണ് ഞാൻ GP ഈ ലെറ്ററും കാര്യങ്ങളെല്ലാം പറഞ്ഞത്. സോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ലിസ്ണിങ്ങിൻ്റെ കാര്യത്തിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ലിസ്ണിങ് എല്ലാ കാര്യങ്ങളും എല്ലാം ജസ്റ്റ് കുറച്ച് അവരുടെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. നമുക്ക് പാർട്ട് എയിൽ വന്നിട്ടില്ല. അപ്പോൾ ലിസ്ണിങ്ങിന് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ലിസ്ണിങ് ആൻഡ് റീഡിങ് ഓൾവേസ് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. നമ്മൾ എത്രയൊക്കെ സെഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മുടെ അക്കാഡമിയുടെ സൈഡാണ് നമ്മൾ ആഴ്ചയിൽ ഏകദേശം 30 to 50 hours ഓഫ് ക്ലാസ്സസ് ഒരാഴ്ചയിൽ വരുന്നുണ്ട്. മന്ത്ലി ഒരു 120 അവർ ക്ലാസ് വരുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസം ക്ലാസ്സുകളാണ്. പക്ഷേ ഇത്രയൊക്കെ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുട്ടികളുടെ എണ്ണം ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് ഒരു 300 കാൻഡിഡേറ്റ്സ് ടോട്ടൽ അഡ്മിഷൻസ് 2 മാസത്തേക്കോ 3 മാസത്തേക്കോ ഉണ്ടെങ്കിൽ ആകെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന 4 പേരോ 5 പേരോ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് അത്രയും കുട്ടികൾ കുറയുന്നത്? ഞാൻ ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഫ്രീ ആയിട്ട് ലിസ്ണിങ്ങിൻ്റെയും റീഡിങ്ങിൻ്റെയും സെഷൻസ് നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ഇനി ഏത് അക്കാഡമിയിലാണെങ്കിലും നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സെഷൻസിൽ അറ്റൻഡ് ചെയ്യാനൊന്നും യാതൊരു കുഴപ്പമില്ല. അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന റീസൺ ചില മാക്സിമം റിസോഴ്സസ് നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടട്ടെ, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈവൻ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഞങ്ങൾ 100% ഷുവർ ആണ് അവർക്ക് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് എപ്പോഴും നമുക്ക് 100% റിസൾട്ട് നമ്മുടെ എല്ലാ കുട്ടികൾക്കും മിക്കവാറുള്ള 99% ആൾക്കാർക്കും കിട്ടാറുണ്ട്. പക്ഷേ മിക്ക കുട്ടികളും ഫെയിൽ ആവുന്ന അല്ലെങ്കിൽ സ്കോർ പോകുന്ന റീഡിംഗ് ആൻഡ് ലിസണിങ്ങിനാണ്. അതേസമയം നമ്മൾ കേട്ട് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എപ്പോഴും പറയും, നിങ്ങൾ ഒരു ദിവസം 2 മാസത്തെ കോഴ്സ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ തീർക്കാനല്ല ഞാൻ പറയുന്നത്. എപ്പോഴും ഞാൻ അവർ വിളിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ പറയുന്ന കാര്യം, അഡ്മിഷൻ എടുക്കുമ്പോഴാണെങ്കിലും പറയുന്ന കാര്യം, നിങ്ങൾ പഠിച്ച് കോൺഫിഡൻ്റ് ആയി ലിസ്ണിങ്ങും റീഡിങ്ങിനും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് 30-32 അബോവ് നിങ്ങൾക്ക് സ്കോർ കിട്ടി B കിട്ടിയതിന് ശേഷം മാത്രം ഒരു എക്സാം എടുക്കുക. എന്തിനാണ് ചാടിക്കറി എക്സാം എടുക്കണം എപ്പോഴും? ഓക്കെ, അപ്പോൾ കാശുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ശരി, നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് എടുത്തു. എല്ലാവരുടെയും കാര്യം അങ്ങനെ അല്ല അല്ലേ, ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല. പക്ഷെ ഒരുപാട് പറഞ്ഞ് എല്ലായിടത്തും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കോർ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ അത് ചെയ്യുക കേട്ടോ. സ്കോർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്യും. എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. എന്താണെങ്കിലും നമ്മളിപ്പോൾ ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, റെക്കോർഡ് സെഷൻസ് കൊടുക്കുന്നുണ്ട്, ഇല്ലാത്തതൊന്നുമില്ല, എല്ലാം ഉണ്ട്. അപ്പം റിസോഴ്സസ് കുറയുന്നതുകൊണ്ടല്ല, നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മടിയാണ്. എല്ലാവരും നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോ പൊസിഷൻസിൽ എത്തുന്നത്. ആർക്കും ഈസി ആയിട്ട് ഒരു ഷോർട്ട് കട്ട് വഴി നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും ഓരോ കാര്യങ്ങൾ ഹാർഡായിട്ട് വരത്തേ ഉള്ളൂ, അതൊരിക്കലും ഈസി ആവത്തില്ല. സോ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതിനുള്ള എന്ത് റിസോഴ്സസും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് തരാം. ലിസണിങ്ങിൻ്റെയും റീഡിങ്ങിൻ്റെ കാര്യത്തിലാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. ബിക്കോസ് ഇതൊന്നും നമുക്ക് യൂസ്ഡ് അല്ലാത്ത, നമുക്ക് ഹാബിറ്റ് ഉള്ള കാര്യമല്ല. ഓക്കെ, ഇത് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ലൈഫിലോട്ട് നമ്മൾ കൊണ്ടുവരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്പോഴും ക്രൂഷ്യൽ എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ്. ആ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചില്ല, അല്ലെങ്കിൽ ആ മെത്തേഡ് നിങ്ങൾ ക്ലിയർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. നിങ്ങൾ വീട്ടിലിരുന്ന് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങൾ പരീക്ഷാ ഹാളിലോട്ട് പോകുമ്പോൾ. ഓക്കെ, ഇപ്പം നമ്മൾ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോൾ ഒരു മോക്ക് എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ മോക്ക് എക്സാം നമ്മൾ ലൈവായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റീസൺ വെച്ചാൽ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി നല്ല ഫീഡ്ബാക്കാണ് കുട്ടികൾക്ക് നമ്മുടെ മെൻറ്റേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അത്രയും എഫക്റ്റീവായി ആ ഒരു എക്സാമിൻ്റെ ഒരു ടെൻഷൻ അവർക്ക് കിട്ടി എന്നൊക്കെയാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ നിന്ന് കണ്ടക്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഉറപ്പ് വരുത്തുക, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്നുള്ള ഉറപ്പ്. നിങ്ങൾ തന്നെ നിങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓക്കെ, അപ്പം ഞാൻ ഇതെല്ലാം പറയുന്നത് നിങ്ങളത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും പോയി പരീക്ഷ എഴുതാതെ നെക്സ്റ്റ് ഒരു അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഫസ്റ്റ് എഴുതുമ്പോൾ തന്നെ ക്ലിയർ ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിസ്ണിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും എക്സാം കഴിഞ്ഞ സമയത്താണെങ്കിൽ ഒരുപാട് പേര്, ഇപ്പം നമ്മുടെ അക്കാഡമിയിലുള്ള ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പം ഞങ്ങൾ അവർ പ്രാക്ടീസിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഈവൻ നമ്മൾ അയച്ചു തന്നിട്ടുള്ള കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഒരു പകുതി പോലും അവർ ചെയ്ത് തിരിച്ച് അയച്ചു തന്നിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, ഇപ്പം നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അറിയാം, ഞാൻ എത്രയോ പേരെടുത്ത് പറയും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത മെറ്റീരിയൽസ് എനിക്ക് അപ്ഡേറ്റ് ചെയ്ത ആ സ്കോഴ്സ് അയക്കുക. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാനൊരു മടിയാണ് അല്ലേ. നമ്മളത് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഹാർഡ് വർക്ക് ഉണ്ട്, പക്ഷേ ചെയ്തിട്ടുള്ളത് നമ്മൾ എത്രയോ കുട്ടികളുടെ ടെസ്റ്റിമോണിയൽസ് നടത്തിയിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്ന ഒരൊറ്റ റീസൺ, അവർ സമയം കണ്ടെത്തി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾക്ക് ക്രാക്ക് ചെയ്യാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈവൻ ഞാനാണെങ്കിൽ 2018-ലും 2019-ലും പഠിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ടൈം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ സമയത്ത് ഇതൊന്നും ഇല്ല, ഇത്രയും റിസോഴ്സസോ യൂട്യൂബോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമ്മൾ ആ പാസ്സായതിനു ശേഷം യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷമാണ് OET-നെ പറ്റി വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നത് തന്നെ, ഇത്രയും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. സോ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ പഠിക്കുന്നത്? റീഡിങ് ലിസണിങ്ങിനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കുന്നുണ്ടോ? നമ്മൾ
ഒരുപാട് അക്കാഡമീസ് ഉണ്ട് നിങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്തിടാനും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണും. പക്ഷെ ഒരു സ്പൂൺ ഫീഡിങ് അല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, പാമ്പറിങ് അല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഇൻഫർമേഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് പെർസീവ് ചെയ്ത് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നിങ്ങൾ തന്നെ നിങ്ങളൊരു ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ആകെയുള്ളൊരു ഇതിൻ്റെ ഒരു നെഗറ്റീവ് വെച്ചാൽ OET നമുക്ക് പലതവണ എഴുതാം. ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നമ്മൾ വീണ്ടും വീണ്ടും സ്പെൻഡ് ചെയ്ത് നമ്മളെ ടൈമും കാര്യങ്ങളും എത്രയോ സമയമാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിരുത്തി ആലോചിക്കുക, ഞാൻ പഠിക്കുന്നത് ഇത്രയും ദിവസം ഞാൻ പഠിച്ചത് നന്നായിട്ടാണോ പഠിച്ചത്, ഞാൻ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇല്ല എങ്കിൽ ഇന്ന് തൊട്ട് തന്നെ നിങ്ങളൊരു ഡിസിഷൻ മേക്ക് ചെയ്യുക, ഞാൻ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യും, പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം നോക്കും. ഇപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ വെറുതെ നിങ്ങളൊരു 50 മെറ്റീരിയൽ 100 മെറ്റീരിയൽ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഒരു മെറ്റീരിയൽ ചെയ്യുന്നത് നിങ്ങൾ വീണ്ടും റീപ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ നിങ്ങൾ ചെയ്ത് വെറും വേസ്റ്റ് ആണ്. ഓക്കെ, കാര്യം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്താണ് ആ മെറ്റീരിയൽ പഠിച്ചതെന്നുള്ള കാര്യം പോലും. ഓക്കെ, ഇപ്പം ഇന്ന് പഠിച്ചൊരു മെറ്റീരിയൽ ഞാൻ ഒരു 3 ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ ആ മെറ്റീരിയലിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ പോലും കാണത്തില്ല. നിങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഒരു ഹാബിറ്റാണ്. ആ പാരഗ്രാഫ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി ആ എയും ബിയും സിയും നിങ്ങൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ അടുത്തത് അതിനെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യുക, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ റെപ്പറ്റീഷൻ നമ്മൾ ഉറപ്പുവരുത്തി നിങ്ങളൊരു മെറ്റീരിയൽ ക്ലിയർ ആയിട്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അടുത്ത മെറ്റീരിയലോട്ട് പോവുക. അല്ലാതെ നമ്മളൊരു 1000 പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇത്രയും മെറ്റീരിയൽ നമ്മൾ ലോഡ് കണക്കിന് മേടിച്ച് പല ഫ്രീ ഗ്രൂപ്പുകളിലും കയറി പല നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലും കയറി എല്ലാം കയ്യിൽ ഉണ്ടാക്കി വെച്ച് സേവ് ചെയ്ത് വെച്ചിട്ട് പറയണം എൻ്റെ 500 മെറ്റീരിയൽ ഉണ്ട്, എൻ്റെ ഇത്രയും റെക്കോർഡ് സെഷൻ ഉണ്ട്. നമ്മളിതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ പ്രാക്ടീസ് ചെയ്താലല്ലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ആലോചിക്കും. നിങ്ങൾ ഇത്രയും ദിവസം എത്ര മെറ്റീരിയൽ നിങ്ങൾ ലിറ്ററലി നിങ്ങൾ ചെയ്തു, റിപ്പീറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് വെക്കും. ഈവൻ ഞങ്ങളാണെങ്കിൽ പോലും 2 വർഷം മുന്നേ ഞങ്ങൾ കുട്ടികൾക്ക് നമ്മുടെ റെക്കോർഡ് സെഷൻസ് അല്ല ഒരു 40 റെക്കോർഡ് സെഷൻസ് നമ്മൾ ഡയറക്റ്റ് അയച്ചു കൊടുക്കുമായിരുന്നു. ഒരാൾ പോലും ഒരു 10 എണ്ണം പോലും കംപ്ലീറ്റ് ആക്കി 2 മാസം അവരുടെ കോഴ്സ് കഴിയുമ്പോൾ എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഞങ്ങളത് നിർത്തി, ഓട്ടോമാറ്റിക്കലി നിർത്തി. ആകെ 12 എണ്ണം ഇത് ഡിവൈഡ് ചെയ്ത് എല്ലാ കുട്ടികൾക്ക് അയച്ചു കൊടുക്കും. നമ്മളെ കുട്ടികൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അറിയാം അവർക്ക്. ആ 12 എണ്ണം അവരെനിക്ക് ആൻസേഴ്സ് അടക്കം ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സിന് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഫസ്റ്റ് ചെയ്തതും റീപ്രാക്ടീസ് ചെയ്ത ആൻസർ ഷീറ്റ് നമ്മുടെ MNC OMR ഷീറ്റിൽ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത 12 സെറ്റ് ഓഫ് റെക്കോർഡ് സെഷൻസ് അവർക്ക് അയച്ചു കൊടുക്കുള്ളൂ. ഈ റെക്കോർഡ് സെഷൻസ് അയക്കാൻ കാര്യം ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ആക്സസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ പറഞ്ഞതിൻ്റെ റീസൺ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് മറിച്ച് നോക്ക്. എന്തായിരുന്നു നിങ്ങൾ ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ലിസ്ണിങ്ങിൻ്റെ പാർട്ട് എയിൽ വന്നത് ഒരു എക്സ്ട്രാക്ട് വിത്ത് എ ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ കുറച്ച് കോമൺ വേർഡുകൾ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ന്യൂറോളജിസ്റ്റും ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റും ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക ആദ്യമേ. ഓക്കെ, ആദ്യമേ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ടൈമിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ന്യൂറോളജിസ്റ്റ് ആകുമ്പോൾ മിക്കവാറും ഹെഡേക്ക് പറയാം, അല്ലെങ്കിൽ സ്പൈൻ്റെ പ്രോബ്ലം ആയിരിക്കും, ബാക്ക് പ്രോബ്ലം ആയിരിക്കാം, റിലേറ്റഡ് ടു ന്യൂറോ ആയിരിക്കാം, സയാറ്റിക്ക വരാം, അങ്ങനെ പല പ്രോബ്ലംസ് ആയിരിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കോമൺ വേർഡുകളാണ് ബാക്ക് എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ സയാറ്റിക്ക. ഓവർ ദ കൗണ്ടറിനെ പറയുന്ന വേറൊരു വാക്കാണ് OTC എന്ന് പറയും കേട്ടോ. ഓവർ ദ കൗണ്ടർ നമ്മൾ ഈ GPയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല ഓവർ ദ കൗണ്ടർ എന്ന് പറയുന്നത്. അതിന് പകരം നമ്മൾ അവർ GP പറയും, ഓക്കെ ഇന്ന മെഡിസിൻ നിങ്ങൾ മേടിച്ച. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഹെമറോയിഡ്സ്, ഓക്കെ സെക്കൻഡ് ഡിഗ്രി ഹെമറോയിഡ്സോ ഫസ്റ്റ് ഡിഗ്രി ഹെമറോയിഡ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇത് കോമൺ ആണ് കേട്ടോ, നമ്മുടെ സ്പീക്കിങ്ങിനൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഹെമറോയിഡ് ആയിട്ട് GPനെ പേഷ്യൻറ്റ് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ GPക്ക് സിംറ്റംസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ ഒക്കെ ഉള്ളൂണ്ടെങ്കിൽ GP പറയുക, ശരി നിങ്ങൾ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ എടുക്കുക, അല്ലെങ്കിൽ OTC ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ എടുക്കുക, സപ്പോസിറ്ററി എടുത്താൽ മതി, അല്ലെങ്കിൽ അനുസോളിന്റെ ക്രീം എടുത്ത് ANUSOL അനുസോൾ എന്ന് പറയുന്ന ഒരു ക്രീം ഉണ്ട്. അത് കോമൺ ആയിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു മെഡിക്കേഷൻ ആണ് കേട്ടോ, അനുസോൾ ANUSOL. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രീം എടുത്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു സപ്പോസിറ്ററി നിങ്ങൾ വെച്ചാൽ മതി. നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ, കാര്യം ഇവിടെ പ്രിസ്ക്രിപ്ഷന് പൈസയാണ്. ഓക്കെ, അപ്പോൾ ആ പ്രിസ്ക്രിപ്ഷന് പകരം ഓവർ ദ കൗണ്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാർമസിയിൽ പോയി പേര് പറഞ്ഞാൽ മതി, ആ മെഡിസിൻ നമുക്ക് കിട്ടും. ഓക്കെ, അല്ല നമുക്ക് നാട്ടിൽ പോയി നമ്മൾ എല്ലാം മേടിക്കുന്ന പോലെ നമുക്ക് മേടിക്കാനൊന്നും പറ്റത്തില്ല. ഏതെങ്കിലും ഒരു തുണ്ട് പേപ്പർ കൊണ്ടുപോയി നമ്മൾ കാണിച്ചാൽ നമുക്ക് മരുന്നൊന്നും കിട്ടത്തുമില്ല. ഓക്കെ, പ്രോപ്പറായിട്ടൊരു ഡോക്ടറോ ഒരു GPയോ അത് പ്രിസ്ക്രിപ്ഷൻ പാഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ കിട്ടുള്ളൂ. പക്ഷേ ഓവർ ദ കൗണ്ടർ അങ്ങനെയല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ആ മരുന്നിൻ്റെ പേര് പോയി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. പ്രിസ്ക്രിപ്ഷന് സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ റിട്ടയർമെന്റ് എന്നുള്ളൊരു വാക്ക്, ഫിംഗേഴ്സ്. പിന്നെ കോമൺ വന്നിട്ടുള്ളത് ഓയിലി, ബ്ലോട്ടഡ് വളരെ കോമൺ ആണ് കേട്ടോ. ഇത് ഗ്യാസ്ട്രോയുടെ എക്സ്ട്രാക്റ്റിൽ വന്നിട്ടുള്ള വാക്കാണ് ബ്ലോട്ടഡ് എന്ന് പറയുന്നത്. പേഷ്യൻ്റ് എപ്പോഴും ഭയങ്കരമായിട്ട് നിങ്ങൾ കേൾക്കുന്നതായിരിക്കും ചിലപ്പോൾ പേഷ്യൻ്റ് പറയും ഭയങ്കര വിൻഡി ആണെന്ന് പറയും. വിൻഡി എന്ന് പറയുമ്പോൾ
പേഷ്യൻ്റെ ബാക്കിൽ നിന്ന് പോകുന്ന ഗ്യാസിനെ പറയുന്നതാണ് വിൻഡി എന്ന് പറയുന്നത്, ഭയങ്കര വിൻഡിയാണ്. അല്ലെങ്കിൽ ട്രംപ് എന്ന് പറയും കേട്ടോ. ഫാർട്ടിനെ പറയുന്ന വേറൊരു വാക്കാണ് ട്രംപ് എന്ന് പറയുന്നത്. ഫീലിംഗ് മോർ ബ്ലോട്ടഡ് എന്ന് പറയും. ബ്ലോട്ടഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര വയറ് വീർത്തിരിക്കുന്ന ഒരു ഫീലിങ്ങിനെ പറയുന്നതാണ് ബ്ലോട്ടഡ് എന്ന് കേട്ടോ. അപ്പോൾ അത് നോക്കുക. പിന്നെ വിറ്റമിൻ എ, പിന്നെ ഈ വിറ്റമിൻ്റെ കാര്യം, ഇപ്പോൾ വിറ്റമിൻ എ വന്നു. അപ്പോൾ വിറ്റമിൻ എയിൽ ചില ചുരുക്കം ചില ലിസ്റ്റിങ്ങിൻ്റെ സ്കോർ ഷീറ്റുകൾ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ഡ്രാഫ്റ്റിൽ കണ്ടിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. വിറ്റമിൻ എന്ന് ഓൾറെഡി നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അവിടെ ചിലപ്പോൾ എയോ ബിയോ സിയോ ഡിയോ ഏതാണെന്ന് എഴുതിയാൽ മാത്രം മതിയായിരിക്കും. ആൻസറിൽ നിങ്ങൾ വൈറ്റമിൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും വൈറ്റമിൻ എന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. അത് മിസ്റ്റേക്ക് ആണ്, നിങ്ങൾക്ക് അവിടെ മാർക്ക് പോകും. മനസ്സിലായോ? ഓൾറെഡി നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ വിറ്റമിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എയോ ഏതാണ് ആൽഫബറ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. അതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഈ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിൽ? Or if they are saying it as an OTC, you can simply write it as OTC in capital letters. You don't need to write it in an expanded form. Okay. Okay, sir. And I found that sometimes when I use this cursive writing, sometimes I write fast and it's not legible. Yeah. So can I write it in caps? So that, like, if oily means oil, can I write it in caps? I don't prefer writing in capital letters because that will consume more time from you. So that won't give you enough time management at all. So if you want to write it in capital letters, you need to be practicing that bit more. Okay. Otherwise, you'll be taking more time while you're doing your writing your answers in there. Okay. So if you are more confident in writing in capital letters and you're managing your time in within the proper time period, then it's fine. I can give you the thumbs up. You can go forward with the capital letters. But if you can try writing it in like without having a cursive writing in simple, small, normal letters, have a try with that. If it is not properly working for you, it is only working with the capital letters, then go with the capital letters. But make sure you'll be properly going through the clear time management. Okay, Anna. Is it clear, Edith? Yes, sir. Yes, sir. I have a doubt. Parnyo. So this vitamin A, you said that if you're writing vitamin, already they pronounced means A alone you have to write. If you're writing vitamin A, even in listening also they'll reduce the marks, sir, for this. Yes, because you're repeating the text in there. You don't need to repeat the text in there. Okay. Suppose vitamin also written, A also written also, it will be considered wrong. So then it won't be a question for you, isn't it? If vitamin is there and if vitamin A is there, then it won't be a question for you. You don't need to write anything in there. No, sir. I have doubt in that. Written both the things means A is the answer, but vitamin already they have said. I have added vitamin A means they will even A right also they will consider it wrong. They will not give mark. I didn't get you properly. I can give you a proper explanation. So in your audio, if they have mentioned already vitamin A as your answer, and in your script, if it already consisting of the vitamin in here in the script, and fill in the blanks is to be mentioning the A, the alphabet only in there, then you don't need to write vitamin A again. You only need to write the alphabet, the concerned alphabet, which is mentioned in your audio. You don't need to repeat the vitamin again. Is that clear? Okay, sir. Okay, sir. Now I got it. No problem. Perfect. It's for everything. Like it's for everything. For example, like in CT scan also, if they're saying like computerized tomography scan or CT scan. So the scan is already in your script, in your question paper, and the fill in the blanks is only to write the CT in there or the computerized tomography in there. So you don't need to repeat the scan again because it is already in your script. Okay. You only need to write the CT. That's it. Okay, sir. Got it. Thank you so much. No problem. Perfect. So അതായിരുന്നു. അപ്പോൾ കുറച്ച് കോമൺ ആയിട്ട് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇത് പറഞ്ഞ പോലെ CT സ്കാൻ, പിന്നെ അപ്പർ സൈഡ്, ദെൻ പാർട്ട് സിയിൽ വന്നിട്ടുണ്ടായിരുന്ന പ്രസന്റേഷൻ റിഗാർഡിങ് കിഡ്നി ഡോണേഴ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൈക്ക് ലിസ്ണിങ്ങിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ കൺസേൺഡ് ആയിട്ട് പോകണമെന്ന്. നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ തന്നെ വീട്ടിൽ നിങ്ങൾ മോക്കും കാര്യങ്ങളൊക്കെ നടത്താനായിട്ടൊന്ന് ട്രൈ ചെയ്യാം എന്താണെങ്കിലും. ഓക്കെ. പിന്നെ റീഡിങ്ങിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ റീഡിങ് കോമൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന പാർട്ട് എയിൽ ടോപ്പിക് എപ്പിലെപ്സിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് എയിൽ പറയുന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഓഫ് എപ്പിലെപ്സിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ എപ്പിലെപ്സി കാണുമ്പോൾ തന്നെ നിങ്ങൾ കാര്യങ്ങളല്ല ഓരോ പാരഗ്രാഫ് നിങ്ങൾ എന്താണെന്നുള്ള കാര്യം ഒരു പ്രോപ്പർ കോംപ്രിഹെൻഡ് ചെയ്ത് ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം എ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദി എക്സ്പീഡീഷ്യസ് പാർട്ട് അല്ലേ. എക്സ്പീഡീഷ്യസ് പാർട്ട് എന്ന് പറയാൻ കാര്യം എന്താ,
20 മിനിറ്റിനുള്ളിൽ 15 ക്വസ്റ്റ്യൻ അല്ലേ 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ലിറ്ററലി നിങ്ങൾ ആൻസർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അതിന് എക്സ്പീഡീഷ്യസ് പാർട്ട് എന്ന് പറയുന്നത്. സോ ടെക്സ്റ്റ് ബിയിലാണെന്നുണ്ടെങ്കിൽ അക്യൂട്ട് കെയർ മാനേജ്മെന്റ് ഓഫ് എപ്പിലെപ്സി ഇൻക്ലൂഡിംഗ് മെഡിക്കേഷൻസ് ആൻഡ് റൂട്ട്സ്. ദെൻ ടെക്സ്റ്റ് സിയിൽ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടായിരുന്നു. ദെൻ ടെക്സ്റ്റ് ഡിയിലാണെങ്കിൽ എപ്പിലെപ്സി ഇൻ ചിൽഡ്രനെ പറ്റിയിട്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് ടോപ്പിക്സ് വരാൻ നിങ്ങൾക്ക് തന്നെ അറിയാം. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മൾ പ്രാക്ടീസിന് കൊടുക്കുന്ന മെറ്റീരിയൽസിൽ എപ്പിലെപ്സി കോമൺ ആയിട്ട് മാറി വന്നിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമിലർ വേർഡുകൾ വരാം, അല്ല സിമിലർ ടോപ്പിക് വരുമെന്ന് പ്രതീക്ഷിക്കരുത്. ചില സമയം ആക്സിഡൻ്റലി അത്രയും റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ടോപ്പിക്ക് കയറി വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ സിമിലർ വേർഡുകൾ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും കേട്ടോ, എന്താണെങ്കിലും. അപ്പോൾ ഇതായിരുന്നു അപ്പോൾ എപ്പിലെപ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇതേപോലെ ഡിസീസ് കണ്ടീഷനോ കാര്യങ്ങളോ വരാം നമ്മുടെ എ പാർട്ടിനകത്ത്. പാർട്ട് ബിയിലാണെങ്കിൽ ടോപ്പിക്സ് ലൈക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, മെഡിക്കേഷൻ ഇവാലുവേഷൻ ഉണ്ടായിരുന്നു, പർപ്പസ് ഓഫ് ഫീമെയിൽ ഡെന്റൽ ബോർഡ് പോളിസി. പിന്നെ പാർട്ട് സിയിൽ C1 വാക്സിനേഷനെ പറ്റിയിട്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം ലൈക്ക് OET റീഡിങ്ങും ലിസ്ണിങ്ങും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആദ്യമേ തന്നെ അതിനെപ്പറ്റി പറഞ്ഞത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ടോപ്പിക്ക് നിങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ബിക്കോസ് നമുക്കൊരു പ്രോപ്പർ, നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ കാണുമായിരിക്കും റീഡിങ് ഹാബിറ്റോ ലിസ്ണിംഗ് ഹാബിറ്റോ പണ്ട് തൊട്ടേ ഇംഗ്ലീഷ് കേൾക്കുന്നതും ഇംഗ്ലീഷ് സംസാരിക്കുന്നതും അല്ലെങ്കിൽ റീഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ ഓക്കെ, ഇപ്പം എനിക്ക് ലൈക്ക് നമ്മൾ പണ്ട് തൊട്ടേ ഞാൻ മൂവീസ് ഒരുപാട് കാണുന്നുണ്ടായിരുന്നു, കുറേ ന്യൂസ് കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ, പക്ഷെ സ്റ്റിൽ അതൊന്നും ഇനഫ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അത് നമ്മുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതേസമയം ഇപ്പോൾ ഇവിടെ വന്നു UK വന്നിട്ട് നിയർലി ഒരു 4 ഇയേഴ്സ് ആവുന്നു, ഇപ്പം 4 വർഷമാകുന്നു. അപ്പോൾ നമ്മൾ ഓരോ പ്രോഗ്രഷൻ ആണെങ്കിലും പേഷ്യൻ്റ് നമ്മൾ സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആക്സെൻറ്റിൽ വരുന്നതാണെങ്കിലും നമ്മുടെ ഡയലക്റ്റിൽ വരുന്നതാണെങ്കിലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഞാനിപ്പോൾ ഒരു ഷിഫ്റ്റിന് പോകുമ്പോൾ ഞാൻ നിയർലി 12 hours, ഇപ്പോഴത്തെ കാര്യമല്ല പണ്ടത്തെ കാര്യം, ജോയിൻ ചെയ്ത സമയത്ത് ANEയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് 12 മണിക്കൂറും ഡയറക്റ്റ് പേഷ്യൻറ്റും നമ്മുടെ കൊളീഗ്സുമായിട്ടാണ്. അപ്പം അവർ എന്ത് പറയുന്നു എല്ലാം നമ്മൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. ഓക്കെ, വീട്ടിൽ ലിറ്ററലി വരുന്നു, എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ കഴിക്കുന്നു, നേരെ കിടന്നുറങ്ങുന്നു, നെക്സ്റ്റ് ഡേ വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം. ഓക്കെ, അങ്ങനെ ലിറ്ററലി ഒരു 37.5 hours അല്ലെങ്കിൽ 40 hours ഒരാഴ്ചയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളം എക്സ്പോഷർ ഉണ്ടായിരിക്കുന്നു അല്ലേ, ലാംഗ്വേജ് ആയിട്ട്. അങ്ങനെ ഒരാളുടെ ഇത്രയും ഹാർഡ്ഷിപ്പ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ നാട്ടിൽ എയിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നിയർലി 5-5.5 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. PSCയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം 1 വർഷത്തോളം. മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്, ട്രിവാൻഡ്രത്ത്. അപ്പം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യും, ഇപ്പോഴും നമ്മുടെ നാട്ടിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലേ നമ്മൾ എത്രത്തോളം എക്സ്പോസ്ഡ് ആണ് ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് അറിയാം, നമ്മൾ സംസാരിക്കുമായിരിക്കും അല്ലേ, പക്ഷേ എത്രത്തോളം ഒരു ദിവസം നമ്മൾ എത്രത്തോളം ചെയ്യുമായിരിക്കും ഇല്ലേ. അപ്പോൾ ആകെ നിങ്ങൾക്കുള്ളത് ഈ ഒരു OET പഠിക്കുന്നതാണ്. അപ്പം അതും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വെറുതെ മെറ്റീരിയൽ തീർക്കാന്നുള്ള രീതിയിൽ ഒരു മെറ്റീരിയലൈസ്ഡ് മാനറിൽ നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ കാശ് കൊടുത്ത് നിങ്ങളുടെ ടൈം യൂട്ടിലൈസ് ചെയ്താണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട സമയമാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കളയുന്നത് അല്ലേ. അപ്പോൾ കളയുന്നതല്ല ഒരിക്കലും, ഇത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ എപ്പോഴും, ഞാൻ ആകെ കൺസേൺഡ് ആയിട്ടുള്ള റീഡിംഗ് ലിസ്ണിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ റീഡിംഗ് ലിസ്ണിങ് നമ്മൾ മാക്സിമം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഇവൻ കോഴ്സിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ ഫ്രീ സെഷൻസിൻ്റെ കാര്യങ്ങളാവട്ടെ, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെയോ നമ്മുടെ അഡ്മിൻ ടീമിനെ കോൺടാക്ട് ചെയ്യാം, ചോദിക്കാം. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ചെയ്യാൻ നമ്മൾ റെഡിയാണ്, ഒരു കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്ന അക്കാഡമീസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മുടെ ടൈം തീരുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് സ്പീക്കിങ്ങിൻ്റെ കാര്യം കൂടെ പറയാം. അപ്പോൾ സ്പീക്കിംഗ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ ആയിരുന്നു, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ ആയിരുന്നു. ആൻഡ് യു ആർ എ നഴ്സ് വർക്കിംഗ് ഓവർ ദെയർ. അവിടെ ഒരു 55-year-old ഫീമെയിൽ വരുന്നു വിസിറ്റ് ചെയ്യാനായിട്ട്. You collect some information regarding vaccination because she is planning a long trip to Brazil. Okay, ഇപ്പോൾ ടാസ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത് ഓർത്ത് എഴുതിയിട്ടുള്ള ടാസ്കുകളാണ്, എക്സാക്ട് ടാസ്ക് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് തന്നെയായിരുന്നു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. ടാസ്ക് എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ വിസിറ്റ്, എന്താണെന്നുള്ള കാര്യം നമ്മൾ ഗ്രീറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട്. അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത്, സ്പീക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആക്സെൻറ്റിലല്ല ഓക്കെ കാര്യം. നിങ്ങൾ പ്രോപ്പറായിട്ട് അവരെ ഗ്രീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഹായ് ആം യദുകൃഷ്ണ, വൺ ഓഫ് ദി എൻഡോസ്കോപ്പി നഴ്സ് വർക്കിംഗ് ഇൻ ദി NHS അല്ലെങ്കിൽ വർക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ. സോ ഹൗ മൈ അഡ്രസ് യു എന്നൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ നമ്മളത് ഒരു കോമൺ രീതിയിൽ നമുക്ക് ഭയങ്കര നമ്മൾ എപ്പോഴും പേഷ്യൻ്റ് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു കൈൻഡ് ഓഫ് അതൊരു റോബോട്ടിക് തിങ് ആണ് നമുക്ക് ഒരിക്കലും തോന്നില്ല. നമ്മൾ മാനുവലി അവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് തോന്നരുത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ആക്റ്റീവ് പ്രോസസ്സായിട്ട് അവർക്ക് തോന്നാവും എന്തായാലും. ഓക്കെ, നമ്മൾ ഈ ടാസ്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും അഭിനയിക്കരുത്. നമുക്ക് ഒരുപാട് കള്ളത്തരങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് പ്രോപ്പർ ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ നിങ്ങൾ പറയാം. നിങ്ങളുടെ ആക്സെൻറ്റ് അവർക്ക് മനസ്സിലാവുന്നു എന്നുള്ള മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഓർത്താൽ മതി. പിന്നെ ടാസ്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. ഓക്കെ, ഇപ്പോൾ അവരുടെ ഹെൽത്ത് ഹിസ്റ്ററി പറ്റിയോ വാക്സിനേഷനെ പറ്റിയോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. പക്ഷേ
ഒരുപാട് വാചാലരാവാതിരിക്കുക. 5 മിനിറ്റ് സമയമാണ്, 3 മിനിറ്റ് പ്രിപ്പറേഷനാണ്. ആ 3 മിനിറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഈ 4 പോയിന്റിൽ നിങ്ങൾ ടച്ച് ചെയ്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. ഇത്രയും മാത്രം ചെയ്താൽ മതി. 2 ടാസ്ക് ഉണ്ട്. ഓക്കെ, ഒരു ടാസ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആയിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെറുതെ വറീഡ് ആകരുത്. അടുത്ത ടാസ്ക് നിങ്ങൾക്ക് എക്സൽ ചെയ്യാനുള്ളതാണ്. അല്ലാതെ ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇവാലുവേഷൻ കഴിയുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് നമ്മൾ ഓരോ 10 സ്പീക്കിംഗ് ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ മോക്ക് എക്സാം നടത്തും. എന്തിനു വേണ്ടിയിട്ട്? അവർക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം, ആ ഒരു ടാസ്ക് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ പറയാം, ഓക്കെ, നിങ്ങൾ ഓർക്കുക, എന്താ കഴിഞ്ഞ ടാസ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് പറ്റിയില്ല, അപ്പോൾ അടുത്തതിൽ ഞാൻ എൻ്റെ മാക്സിമം കഴിവ് കാണിക്കും. അപ്പോൾ റിലക്റ്റൻറ്റ് പേഷ്യൻ്റ് ആയിരിക്കും, ഫൈൻ, റിലക്റ്റൻ്റ് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അപ്പോളജൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോൾ പേഷ്യൻ്റ് റിലക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറയാം, ഐ എം റിയലി സോറി ഫോർ വാട്ട് ഹാപ്പൻ ടു യു, അല്ലെങ്കിൽ ഐ എം റിയലി അപ്പോളജൈസിങ്, ഐ നോ യു ആർ സോ മച്ച് ഓവർവെൽംഡ് അറ്റ് ദ മൂമെന്റ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാം ഇല്ലേ? അപ്പം നമ്മൾ ആ കാര്യങ്ങൾ മാറ്റി കാര്യങ്ങൾ പറഞ്ഞ് പേഷ്യൻറ്റിന് കൺവീനിയൻ്റ് ആയിട്ട് കാര്യങ്ങളിലോട്ട് കൊണ്ടെത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം പറയുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദെൻ എന്താ ഞാൻ പറഞ്ഞല്ലോ, ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പോയിന്റുകൾ ആക്ച്വലി ആ 3 മിനിറ്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് പോയിന്റുകൾ എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ പറയുക. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ട്രെൻഡാണ്, പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് പറയുന്നതായിട്ട് നേരെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്ന കാര്യം. ഓക്കെ, നിങ്ങൾ ഒരുപാട് പേരെങ്കിലും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എത്രത്തോളം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുള്ള കാര്യം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പിള്ളേരെ ഇല്ലേ? നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് റെഡി ആക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഇത് മതി. നിങ്ങൾ ബാക്കി ആ ടാസ്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ ഹിന്റ് തരുന്നത്? നിങ്ങൾക്ക് അത് നോക്കി ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിലും അതിനകത്ത് ടോപ്പിക് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ റെസിസ്റ്റ് ടു ഗീവ് ഡെങ്കു ഫീവർ വാക്സിനേഷൻ ടു കൺവിൻസ് നോ വാക്സിൻ അവൈലബിൾ ഫോർ ഡെങ്കു മസ്കിറ്റോ ബൈറ്റ്. അവിടെ തന്നെ ടാസ്കിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലേ, അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും. അത് മതി. പിന്നെ നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മെഡിക്കൽ നോളജ് കാണും. അല്ലാതെ മറ്റൊരാൾ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കയറി ഗൂഗിൾ ചെയ്ത് ഫുള്ള് ടെൻഷനും ആക്കി, ഫുള്ള് ആങ്ഷ്യസും ആക്കി, അയ്യോ എനിക്ക് ഫുള്ള് ഗൂഗിളിൽ നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നെറ്റ് ഇല്ലായിരുന്നു, എൻ്റെ ഗൂഗിൾ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള വെപ്രാളത്തിൽ നിങ്ങൾ പോയി പരീക്ഷയ്ക്ക് ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഹിന്റ് അവിടെ തരുന്നുണ്ട്. അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ഒരു എന്താ സിമ്പത്തറ്റിക്കലി അല്ല എംപത്തറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുക. ഓക്കെ, അത് റിലക്റ്റൻറ്റ് പേഷ്യൻ്റ് ആണെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് മനസ്സിലാവും അവർ റിലക്റ്റൻ്റ് ആയിട്ട് ആദ്യമേ തന്നെ ഇൻ്റർലോക്യൂട്ടർ സംസാരിക്കും. പിന്നെ UK എക്സാം എഴുതാൻ പോകുന്നവർ, അയർലൻഡ് എക്സാം എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇംഗ്ലീഷുകാർ മാത്രം വന്നായിരിക്കും നിങ്ങൾക്ക് എക്സാം നടത്തുന്നതെന്നും, അല്ലെങ്കിൽ ഇനി അവർ നടത്തിയാൽ തന്നെ യാതൊരു കുഴപ്പമില്ല, ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുതരും. നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് അവിടുത്തെ ചോദിക്കാം, പാർഡൻ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ. ഓക്കെ, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് സേ ദാറ്റ് അഗെയിൻ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ചോദിച്ചുകൂടാ? ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചോ. അത് നിങ്ങൾ വീണ്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ്. അത് ഒരു പോയിന്റാണ്. നിങ്ങൾക്കത് വാല്യുവേഷനിൽ നിങ്ങൾക്കത് മാർക്ക് എക്സ്ട്രാ കിട്ടും. മനസ്സിലായ കാര്യം, നിങ്ങളൊരു ആക്റ്റീവ് ലിസണർ ആണെന്നുള്ളതാണ് അവിടെ തെളിയിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് കേട്ട് മനസ്സിലായില്ല. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടുത്തെ വീണ്ടും ചോദിക്കുകയാണ്, സോറി ഐ കുഡിൻ ഗെറ്റ്, അല്ലെങ്കിൽ ഐ ഡിഡൻ ഗെറ്റ് ദാറ്റ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, പാർഡൻ കുഡ് യു പ്ലീസ് സേ ദാറ്റ് അഗെയിൻ. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഐ ബെഗ് യുവർ പാർഡൻ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അല്ലാതെ അത് പറഞ്ഞത് A ആണെന്നും നിങ്ങൾ B ആണെന്നും കരുതിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാവും? അവിടെ നിങ്ങളുടെ ഇൻഫർമേഷൻ നിങ്ങൾ റോങ് ആയിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ റോങ് ആയിട്ട് നിങ്ങൾ ഗ്യാദർ ചെയ്തു റോങ് ആയിട്ട് നിങ്ങൾ കൊടുക്കുകയാണ്. അവിടെ തെറ്റ് വരുത്താണ് നിങ്ങൾ. സോ അത് ഉറപ്പ് വരുത്താൻ നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, സ്പീക്കിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു സ്പീക്കിംഗ് ടോപ്പിക് വന്നിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വാർഡായിരുന്നു. അവിടെ യു ആർ എ nurse going to see the mother of 8-year-old boy and who recently undergone surgery in left side testicle. Patient is stable and you are giving post-care advices. The patient is not presented there. Confirm the reason of the visit. Post-care advices കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുക. Explain about the pain management, paracetamol to every 24 hours. PR എന്ന് പറയുന്നത് എന്താണ്? ഇഫ് നീഡഡ് ആണ് കേട്ടോ, ഇഫ് റിക്വയർഡ്. ഓക്കെ, ഇഫ് റിക്വയർഡ് ആണ് PR എന്ന് പറയുന്നത്. ഡോണ്ട് എക്സീഡ് ദാൻ റെക്കമെൻഡഡ് ഡോസ്. പിന്നെ ഔട്ട്ലൈൻ ദ പോസിബിൾ സൈഡ് എഫക്ട് ഓഫ് അനസ്തീഷ്യ. ദെൻ കാര്യം നമ്മൾ 4 hours നമുക്ക് 1 gram 4 മണിക്കൂറിൽ 1 gram പാരസെറ്റമോൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അതിൽ മോർ ദാൻ 50 കിലോ ആയിരിക്കണം പേഷ്യൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ലെസ് ദാൻ 50 ആണെങ്കിൽ നമുക്ക് 500 gram മാത്രമേ പാരസെറ്റമോൾ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ആ പോയിന്റ് അവിടെ പറയുന്നത്. പിന്നെ ഔട്ട്ലൈൻ ദ പോസിബിൾ സൈഡ് എഫക്ട് ഓഫ് അനസ്തീഷ്യ, ക്രൈങ്, നോസിയ, ലോ ഫുഡ് ഇൻടേക്കിൻ്റെ കാര്യങ്ങൾ, എഡ്യൂക്കേറ്റ് അബൌട്ട് അൺയൂഷ്വൽ സിംറ്റംസ് എന്തൊക്കെ വരാനുള്ള ചാൻസുകൾ, ജനറൽ അഡ്വൈസസ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പറയാം. ആസ് ഫോർ എനി കൺസേൺ ഐ മേക്ക് ദം അവെയർ അബൌട്ട് ദ ഫോളോ അപ്പ് വിസിറ്റ്. ടേക്ക് പെർമിഷൻ ടു സ്റ്റാർട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡിസ്ചാർജ് ആൻഡ് പേപ്പർ വർക്ക്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ടോ ആ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കാര്യം ഇവിടെ ഒരു കൺക്ലൂഷൻ വേണം നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് വലിയ ടാസ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ചെയ്ത് അവസാനം വരെ എത്താൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങളൊരു 5 ടാസ്ക് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ മതി, കുഴപ്പമില്ല, ഫൈൻ. പക്ഷേ ശ്രമിക്കുക അതൊന്ന് എത്തി തീർക്കാനായിട്ട്. ബാക്കിയുള്ള പോയിന്റുകളൊന്ന് കട്ട് സൈസ് ചെയ്ത് മിസ് ചെയ്യാനല്ല പറയുന്നത്, എല്ലാം തൊട്ട് തന്നെ പോകണം.
അവസാനം വരെ ഒന്ന് എത്തിക്കാനായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അതിൽ വറീഡാവേണ്ട ആവശ്യമില്ല. ഒരുപാട് കുട്ടികൾ, ഈവൻ ഞാൻ തന്നെ എക്സാം ഇൻ്റർലോക്യൂട്ടറായിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിലും നമ്മളത് കിട്ടും, നിങ്ങൾക്ക് ആ സ്കോർ കിട്ടുകയും ചെയ്യും. ബിക്കോസ് നിങ്ങൾ പ്രീവിയസ് തൊട്ട് മുന്നേയുള്ള ടാസ്കിൽ നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ സ്പീക്കിങ്ങിന് നമുക്കൊരു 5.5 minutes കൂടെ ഉള്ളൂ. സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും സെറ്റിങ്ങിൽ സംസാരിക്കുന്നതോ എന്തെങ്കിലും കാര്യത്തിലായിട്ട്? എനിക്ക് സ്പീക്കിംഗ് റൈറ്റിംഗ് എല്ലാവർക്കും നിങ്ങൾക്ക് ഏകദേശം ഓക്കെയാണ്. എനിക്ക് ഈ GPയുടെ ലെറ്റേഴ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ എനിക്ക് ഡൗട്ട് ആയിട്ടുള്ളൂ. മെയിനായിട്ട് ലിസണിങ് ആൻഡ് റീഡിങ് ഞാൻ എക്സാം വരുന്നിടത്ത് എടുത്ത് പറയുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നൊരു മോക്ക് എക്സാം ഉണ്ടായിരുന്നു. ഇനി ലൈക്ക് ഓൾറെഡി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബാക്കി അക്കാഡമീസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തുക, നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾ സെൽഫായിട്ടൊരു മോക്ക് എക്സാംസും കാര്യങ്ങളെല്ലാം നിങ്ങളൊരു 3 മണിക്കൂർ വീട്ടിൽ പറഞ്ഞു വെക്ക്. ഓക്കെ, ഈ ഒരു 3 മണിക്കൂർ എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റുക. ദെൻ നിങ്ങൾ റൂമിൽ പോയിരിക്കുക, പ്രോപ്പർ ടൈം സെറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം നോക്കുക. നിങ്ങൾ തലേ ദിവസം തന്നെ നിങ്ങൾ റീഡിംഗ് ആൻഡ് ലിസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെക്കുക, ആൻസേഴ്സ് എഴുതാനെല്ലാം. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾക്ക് ഒരു മടി കാണത്തില്ല. ആദ്യമേ നിങ്ങൾ രാവിലെ ഒരു 9 മണി തന്നെ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തോ. ഓഫ് ഡേയ്സ് നിങ്ങൾക്ക് കിട്ടൂല എന്തായാലും ആഴ്ചയിൽ അല്ലേ. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ആ ടൈം മാനേജ്. നിങ്ങൾക്ക് ഒരു 15 മിനിറ്റാണ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 13 മിനിറ്റ് തീർക്കാൻ നോക്കുക. മനസ്സിലായോ? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാര്യം 15 മിനിറ്റ് നിങ്ങൾ വീട്ടിലിരുന്ന് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾ നമ്മുടെ ഹാളിൽ പോകുന്ന സമയത്ത് ആ ഒരു 2 മിനിറ്റ് അവിടുത്തെ ഒരു ടെൻഷൻ ആങ്സൈറ്റിയിൽ മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതും കൂടെ കൺസിഡർ ചെയ്യുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടൈം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. കാര്യം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. സോ ടൈം മാനേജ്മെൻറ്റ് മാത്രം നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യുക എന്താണെങ്കിലും. ഓക്കെ, ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും കോമൺ ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? പിന്നെ UK NHS റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം കൂടെ ജസ്റ്റ് ഞാനൊന്ന് ഒരു പോയിന്റ് ഒന്ന് പറയാം. അതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഡിലേഡ് ആണ് കുറച്ച്. ഓക്കെ, അല്ലാതെ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഡിലേഡ് ആണ്. ഡിലേഡ് ആവേണ്ട ആവശ്യം എന്ന് വെച്ചാൽ ഇവിടെ ഫിനാൻഷ്യൽ, നിങ്ങൾക്കറിയാം ഓരോ ഫിനാൻഷ്യൽ ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഇതിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം ഒരുപാട് നഴ്സസിനെ കഴിഞ്ഞ 2019 തൊട്ട് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ട്രസ്റ്റുകൾ ഓൾറെഡി വാക്കൻസീസ് അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം റിക്രൂട്ട്മെന്റിൽ ഓട്ടോമാറ്റിക്കലി ഡിലേ വരും, അല്ലെങ്കിൽ ഒരു സ്ലോനെസ് വരും. അല്ലാതെ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഓട്ടോമാറ്റിക്കലി റിക്രൂട്ട്മെന്റ് പല സ്ഥലങ്ങളിൽ ഇനിയും വാക്കൻസീസ് ഉള്ള സ്ഥലങ്ങളിലോട്ട് റിക്രൂട്ട്മെന്റ് നടക്കും. പക്ഷേ ഈ ഒരു മാർച്ച് ഏപ്രിൽ വരെ അതിൽ കുറച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന ഡിലേനെക്കാട്ടി കുറച്ചും കൂടി ഡിലേ ഉണ്ടാവും. ബിക്കോസ് ആ ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറേ പ്രോബ്ലം. കാര്യം അറിയാം നിങ്ങൾക്ക്, ഒരു നഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ നിയർലി 10 തൊട്ട് 12 ലക്ഷം രൂപയാണ് NHSന് ചിലവാകുന്നത്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന് ചിലവാകുന്നത് ഒരാളെ കൊണ്ടുവരാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടല്ല കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ കൺസേണിൽ അവർ ആ ഒരു ബർഡനും കൂടെ ഇപ്പം എടുത്തു വെക്കില്ല. അതുകൊണ്ട് പതിയെ അത്രയും ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ മെൻ്റൽ ഹെൽത്ത് നഴ്സസിനെയൊക്കെ ഒരുപാട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുള്ള അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, മെൻ്റൽ ഹെൽത്ത് ഈവൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ പോലും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് സ്കോട്ട്ലാൻഡിലും വെയിൽസിലും പിന്നെ പല സ്ഥലങ്ങളിൽ പല ഡിഫറൻ്റ് ആയിട്ടുള്ള അല്ലാത്ത പോവാതിരുന്ന ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് നോർത്തേൺ അയർലൻഡിലൊക്കെ വാക്കൻസീസ് വരുന്നുണ്ട്, ബ്രിസ്റ്റോളിലൊക്കെ വാക്കൻസീസ് വരുന്നുണ്ട്. അപ്പം ലണ്ടനിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്തെങ്കിലും സ്കോർ എക്സ്പയറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ പറയേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണോ ഇപ്പോൾ UK കിട്ടുന്നത് അവിടേക്ക് ആദ്യം കയറി പോരെ എന്താണെങ്കിലും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കൂടുതൽ കൺസേൺ ഇന്ന പ്ലേസിലേ ഞാൻ പോവുള്ളൂ എന്നുള്ളൊരു സ്റ്റിക്ക് ഓൺ സംഭവത്തിൽ നിൽക്കണ്ട, കിട്ടുന്നിടത്തേക്ക് കയറി പോരെ. എന്തായാലും എവിടെയാണെങ്കിലും നമുക്കൊരു 6 months നമുക്കൊരു സ്ട്രഗിൾ കാണും. വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറാം. അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. COS കിട്ടുക, വിസ കിട്ടുക, വരിക എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. പിന്നെ മാർച്ച് ടു ഏപ്രിൽ കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പ്രോസസ്സ് എല്ലാം കാര്യങ്ങളെല്ലാം ബാക്ക് ടു നോർമലിലോട്ട് വരും എന്താണെങ്കിലും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റിക്രൂട്ട്മെന്റ് അതിനനുസരിച്ച് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടായിരിക്കും കാര്യങ്ങൾ പോവുക. പണ്ടത്തെ പോലെ അത്രയും ഫ്ലറിഷ്ഡ് ആയിട്ടായിരിക്കില്ല നടക്കുക. അതിൽ ചെറിയൊരു ഡിലേ ഉണ്ടായിരിക്കും. പിന്നെ ഗ്രാജുവലി അതിനകത്തുള്ള ഇൻക്രീസും കാര്യങ്ങളെല്ലാം വരും. എപ്പോഴും ഇവിടെ ഇനിയും നഴ്സസിന് എല്ലായിടത്തും ആവശ്യം. കാര്യം 50,000 പേര് ഇവിടെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 20,000 പേരെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വാക്കൻസീസ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നേരത്തെ പോലെ ഒരു സ്പീഡായിട്ട് ഇഷ്ടം പോലെ ഫ്രഷറായിട്ട് ഇപ്പോൾ ഇറങ്ങിയ ആൾക്കാരെ എടുക്കുന്ന രീതിയിലുള്ള അത്രയും സ്പീഡായിട്ടുള്ള പ്രോസസ്സ് അല്ല. ക്ലിയർ കട്ടായിട്ട് നല്ല എക്സ്പീരിയൻസും പ്രോപ്പറായിട്ട് സ്റ്റിൽ വർക്കിങ്ങും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയും, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രോപ്പർ റീസൺ എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ഒക്കെ പറയുന്ന ആൾക്കാരെ ആയിരിക്കും ക്ലിയർ ആയിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ ഒരുപാട് ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ആളാണ്. സോ നമ്മൾ ഒരുപാട് സെഷൻസ് ഇനി ഇന്റർവ്യൂവിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഇടുന്നുണ്ട് താമസിയാതെ. അപ്പോൾ അതെല്ലാം വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാം. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. Excuse me. പറഞ്ഞോ. Sir, what about that midwife recruitment, sir? Registered midwife recruitment. The normal midwife recruitment, they will be asking you need to have at least 3 years of previous experience, like mainly in the midwifery side. Okay, mainly the obstetric side. So if you got that experience, then you will be able to apply for the interview for the midwifery. Because midwifery in here, once you get a job in here as a midwifery, you'll be directly coming as a band 6 job.
Okay, you won't be coming as a band 5. You need to complete the OSCE again, but after the OSCE, you'll be directly recruited as a band 6 nurse, not a band 5 nurse. So they will be asking you regarding your previous experience in the midwifery. You need to provide the proper documentation showing that you had proper clinical experience in the midwifery area for the last 3 years and still working. Okay. Suppose if you are in a dual role, teaching and clinical supervision, that will be okay, sir. That won't be enough. So they might be asking you certain hours, clinical hours. You need to follow their essential criteria. So you need to talk with your trust. What is their desirable or essential criteria for the clinical hours? Then if you are able to show them this is നേരത്തെ question ചോദിച്ച ആൾ ഇപ്പോൾ available ആണോ? Are you still there? Yes, sir. Available, yes, sir. Okay, Yes, no I am problem. there. Yeah, so midwifery, regarding midwifery, as I mentioned to you, like if you can show them their clinical requirement, okay, what they might be asking you for, like show them like 450 clinical hours you have attended in midwifery or in the clinical setup, then they might be able to accommodate you, or they might be able to enroll you into their post. So just check with them what is their requirement. Okay. Okay, sir. Yeah. Otherwise, they'll be happily accepting your offer, because midwifery is one of the sensitive area in here. So they will be like scrutinizing it in like from your ground clearance to everything, each and everything, because you will be the direct one, will be having a direct attachment with the patient. Okay. Okay, now I'm in AIMS. That's what I have a doubt. Sir. So are you working in the maternity area or anywhere in the? No, I'm in teaching now. So that's what previous experience is there. I'm masters in OBG. So that's what I'm just asking. So your masters won't be considered. So your masters won't be considered in here. You can show you have had clinical experience in the masters also. You need to get the proper, your curriculum, and you need to get the proper data from your college also. And if you have previous experience, you need to be still working in the midwifery area or in the obstetric side. Then only they will be considered. Currently I'm working in midwifery only, teaching midwifery only, clinical supervision, everything. Yeah. And handling all the cases also, that I can get it. So that will be okay, sir. Yeah, that will be okay, but you need to check with the trust initially, because what is their requirement? You need to meet that criteria. So that's the thing. So you need to follow the tick boxes. That's the only thing. Okay. Okay, sir. Okay. Yeah, perfect. No problem. So Thank you so any more much. doubts? I think Nivin, Tommy, can I change my field of nursing to another one later after coming to UK as a mental health nurse? Of course, yeah, Nivin ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അഡൽട്ട് നഴ്സിംഗിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമുക്ക് നമ്മൾ അതിൻ്റെ CBT കാര്യങ്ങളെല്ലാം നമ്മുടെ NMCയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ മാറ്റേണ്ടി വരുന്നേ ഉള്ളൂ. നമുക്ക് മെന്റൽ ഹെൽത്തിലോട്ട് മാറാം. എപ്പോഴും ഞാൻ പറയാം, നമ്മളോട് അഡൾട്ട് നഴ്സായിട്ട് ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം മെന്റൽ ഹെൽത്തിലോട്ട് മാറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഓഫ് നല്ലൊരു മെന്റൽ ഹെൽത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാറിയാലും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് വാക്കൻസീസിൽ UK ഫ്രഷേഴ്സിനെ മെന്റൽ ഹെൽത്തിലോട്ട് എടുക്കുന്നുണ്ട്. അവർ പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടായിരിക്കും എടുക്കുക എന്താണെന്നുണ്ടെങ്കിലും. പക്ഷേ സ്റ്റിൽ നമ്മൾ ഉറപ്പ് വരുത്തുക, നിങ്ങൾ പ്രോപ്പർലി വെൽ നോൺ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയാമെന്നിട്ടാണ് നിങ്ങൾ മെന്റൽ ഹെൽത്തിലോട്ട് ജോയിൻ ചെയ്യുന്നുള്ള കാര്യം നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നമ്മൾ കയറും. പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ മെന്റൽ ഹെൽത്ത് മാത്രമേ ഓപ്ഷൻ ഉള്ളെങ്കിൽ കയറുക. പക്ഷേ വന്നു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മാറാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. മെന്റൽ ഹെൽത്തിലാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് അഡൽട്ടിലോട്ട് മാറാം, അഡൽട്ടിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്തിലോട്ട് മാറാം എന്തായാലും. ഓക്കെ. ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിവിൻ, ഞാൻ പറഞ്ഞല്ലോ, മെന്റൽ ഹെൽത്ത് ഇപ്പോൾ ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ടെന്നാണ് കുറച്ച് ഹോസ്പിറ്റൽസ് നിന്നുള്ള ഇൻഫർമേഷൻ. കാര്യം അവർക്ക് സിവിയർ ഷോർട്ടേജ് ആണ്, അതുകൊണ്ട് മാത്രമാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അതിനും ഇതേപോലെ 2 to 3 എക്സ്പീരിയൻസ് മിഡ്വൈഫറി പോലെ വേണമായിരുന്നു, എങ്കിൽ മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ പറഞ്ഞ പോലെ നിവിൻ്റെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ദെൻ നമുക്ക് പിന്നീട് അഡൽട്ടോട്ട് നമുക്ക് മാറുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ദേ മൈറ്റ് ബി ഗിവിങ് യു മിക്കവാറും ഒരു കോൺട്രാക്ട് വെക്കും. മിക്കവാറും ഒരു 3 years ഉണ്ടെങ്കിലും മിനിമം ഒരു കോൺട്രാക്ട് വെച്ചിട്ടായിരിക്കും നിങ്ങളെ എടുക്കുക. ബിക്കോസ് ദേ വിൽ ബി ഗിവിങ് യു ദ ഹോൾ ട്രെയിനിങ്. സോ അത് വേസ്റ്റായി പോകാതിരിക്കാൻ അവർ സർട്ടൻ പ്രിക്കോഷൻ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളെ ഹയർ ചെയ്യുള്ളൂ. അല്ലാതെ അവർ ഹയർ ചെയ്യുന്നു തോന്നുന്നില്ല എനിക്ക് എന്തായാലും. സോ ഗോ ത്രൂ യുവർ പ്രോപ്പർ COS എന്താണെന്നുള്ള കാര്യം നോക്കുക. ആൻഡ് യുവർ എന്താണ് കിട്ടുന്ന നിങ്ങളുടെ പ്രോപ്പർ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അവരുടെ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള കാര്യം നോക്കുക. അക്സെപ്റ്റൻസ് ലെറ്റർ ഒക്കെ കാണുമല്ലോ, അതിനകത്ത് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഡിസൈഡ് ചെയ്യാം. ചില ആൾക്കാർ അതിനകത്ത് പറയും നിങ്ങൾ 3 year ലെഫ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ഇത്രയും രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും ട്രസ്റ്റിന്, അല്ലെങ്കിൽ ഇത്രയും രൂപ നിങ്ങൾ ചിലപ്പോൾ 3rd year നിങ്ങൾ പോകുന്നെങ്കിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറേ സർട്ടൻ ക്രൈറ്റീരിയാസ് കാണും. സോ അത് നോക്കേണ്ടി വരും കേട്ടോ. Sir, excuse me, I have one doubt, sir. Yeah. I could see all adult health nurse, pediatric, that kind of vacancies, but midwife vacancy, it is very rare. It is, I have seen. So, could you please able to provide this thing, sir, regarding midwife recruitment?
So midwife recruitment is like very rare because they normally want to train nurses directly from here. Okay, so whoever is training, getting the adult nursing and everything, they need to go through the proper midwifery course. And then they will be enrolling them into the proper training sessions also, because midwifery is one of the sensitive thing, because the midwife is the one is directly seeing the maternal or the pregnant patients in here. Okay, so it is more care centered, more patient centric. So they need to make sure whoever is coming and joining into their team will be able to provide the proper patient care to get the proper patient positive outcome. So that's the main criteria they want to meet. So you won't see that much interviews coming for the midwifery because they normally do the training and everything in-house. Okay. But if you get any kind of options from any kind of trust or something, make sure you follow their proper desirable and essential criteria. If you're not meeting the desirable criteria, then it will be a waste of time. So make sure you properly contact the right person. Otherwise, it won't be like you'll be spending your valuable time without any kind of proper outcome. Okay. Yes. Yeah, but there will be more vacancies. Like as I said to you before, like you can even come and join as an adult nurse in here. Then once you are here, like within a year or after 6 months or something, you can even swap it back into the midwifery. You need to go through the exams. So once you have cleared the proper master's program for the midwifery, you can be a midwifery nurse in here, because that will be directly classed as a band 6. It's not a band 5 job. Okay, sir. Yeah, no problem. So NICU department അഞ്ജു ചോദിച്ചിട്ടുണ്ട് നിയോനേറ്റൽ nurse പീഡിയാട്രിക് എക്സ്പീരിയൻസ് ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. പണ്ട് ഒരുപാട് നഴ്സസിനെ ഇവിടെ വിത്തൗട്ട് പീഡിയാട്രിക് എക്സ്പീരിയൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇപ്പം ചോദിക്കുന്നത് 2 to 3 years ഓഫ് കണ്ടിന്യൂസ് ആൻഡ് സ്റ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലായിരിക്കും പീഡിയാട്രിക്കിലേക്ക് അവർ എടുക്കുന്നത്. പീഡിയാട്രിക് CBT കാര്യങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷേ ചില ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞില്ല, ലൈക്ക് ഇപ്പം നമുക്ക് സിറ്റുവേഷൻസ് ഓൾറെഡി ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവർക്ക് അത്രയും ഡെസ്പറേറ്റ് ആണ്, അവർക്ക് ആളില്ല എന്നുണ്ടെങ്കിൽ അവർ എടുത്തിട്ട് ട്രെയിൻ ചെയ്യും. മനസ്സിലായോ? ഫ്രഷേഴ്സിനെ എടുത്തിട്ട് അവിടെ കൊടുക്കുന്ന പ്രിഫറൻസ് കൂടുതലും ഫ്രഷേഴ്സിനായിരിക്കും. എടുത്തിട്ട് അവർ ട്രെയിൻ ചെയ്ത് നിങ്ങളെ പീഡിയാട്രിക്കിലേക്ക് കൊണ്ടുവരും. സ്റ്റിൽ അവരൊരു ക്ലോസ് വെക്കും അതിനകത്ത്, മിക്കവാറും 3 years അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ലൈക്ക് അവിടെ തന്നെ ജോലി ചെയ്തിരിക്കണം എന്നുള്ള ക്ലോസ് വെക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് അഡൽട്ട് നഴ്സിംഗിലോട്ട് വരാം. ദെൻ ഇവിടെ വന്നതിന് ശേഷം പീഡിയാട്രിക്കിലോട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യുന്നതിനും കുഴപ്പമില്ല. യു നീഡ് ടു അറ്റൻഡ് ദ പ്രോപ്പർ CBT. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരുപാട് പേര് CBT പീഡിയാട്രിക്കും മെൻ്റൽ ഹെൽത്തും മിഡ്വൈഫറി ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അഡൽട്ട് നഴ്സിംഗ് ആണ് ഏറ്റവും കൂടുതൽ. സോ ലൈക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്വാപ്പ് ചെയ്യാം കേട്ടോ, അതൊന്നൊരു കുഴപ്പമില്ല. അഞ്ജുവിന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് സ്വപ്ന, യു മെൻഷൻ റിഗാർഡിംഗ് വാട്ട് അബൌട്ട് OT ഡിപ്പാർട്ട്മെന്റ്. OT ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് സ്വപ്ന. ഐ തിങ്ക് എനിക്ക് സ്വപ്നനെ കാണാം. സ്വപ്ന ഇപ്പോഴും സ്റ്റിൽ ലൈക്ക് ആ ക്യാപ്പിലും OT ഡ്രസ്സിലൊക്കെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ ഒരു കുഴപ്പമില്ല സ്വപ്ന, നമുക്ക് OT ഒക്കെ ഓൾവേസ് എപ്പോഴും വാക്കൻസീസ് അവൈലബിൾ ആണ്. പ്ലെൻറ്റി ഓഫ് വാക്കൻസീസ് ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും കിട്ടാം. യു വിൽ ബി കോൾഡ് ആസ് എ തിയേറ്റർ പ്രാക്ടീഷണർ. ഓക്കെ, തിയേറ്റർ പ്രാക്ടീഷണർ എന്നാണ് നമ്മൾ പറയുക. സോ ലൈക്ക് സ്വപ്നയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ വൺസ് ലൈക്ക് ഇവിടെ ഒരു band 5 ആയിട്ട് തന്നെ കയറാം. ഫസ്റ്റ് OSCEക്ക് മുന്നേ ഒരു band 3 അല്ലെങ്കിൽ band 4 അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തിയേറ്ററിൽ കയറാൻ. തിയേറ്ററിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. യു ക്യാൻ ലൈക്ക് പ്രോഗ്രസ് ഇൻ മെയിൻ തിങ് മാനേജർ, തിയേറ്റർ മാനേജർ ആവാം. ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് വീണ്ടും അനസ്തേഷ്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അനസ്തേഷ്യ ഫോക്കസ് ചെയ്ത് അനസ്തെറ്റിക് നഴ്സിലോട്ട് കയറാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ. Sir, one more doubt. Any age limit is there? Any upper age limit is there for in UK for as a nurse? At the moment there is no upper age limit, പക്ഷേ അവിടെ there is a like current retirement age ഉണ്ട്. ഓക്കെ, ആ റിട്ടയർമെന്റ് ഏജിൽ അല്ല എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഉറപ്പുവരുത്തുക. ലൈക്ക് നോർമലി ലൈക്ക് 68, 65, 68 something is the retirement age. So that's the only bit. Otherwise, like so from our institute, nearly a 61-year-old lady who's working as a senior care in the UK, she just cleared her OSCE exam. So that's the example I can share to you. Like recently, she just cleared her exams in, I think, last 2 weeks before. She was 61. Oh my God. Yeah. So it's not the number, dear. Okay. It's just your passion to become a nurse back in the country. Okay. So if you got the spirit and if you got the confidence to study, that's it. So age is not a number. You just go through with that. That's it. Okay. Thank you so much, sir. No problem. So that's fine. Anyway, thank you കേട്ടോ എല്ലാവർക്കും. താങ്ക് യു. ഒരുപാട് ക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മെയിലിലേക്കോ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ മെയിലിലേക്കോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. സോ ഐ ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ വീഡിയോ. ഓക്കെ, ഒരു പ്രോപ്പർ വീഡിയോ ആയിട്ട് എനിക്കിടാം. നമുക്ക് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സും ഒരുപാട് ടീം ആൾക്കാരുണ്ട്. നമ്മൾ ഒരുപാട് ഫ്രീ സെഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ നമ്മുടെ റെഗുലർ ക്ലാസ് കൊടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഒരുപാട് ഇവിടുത്തെ നല്ല ലീഡർഷിപ്പ് റോൾസിലിരിക്കുന്ന ആൾക്കാരുടെ സെഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ചോദിക്കാം. നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം.
ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട്. ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കാം. ഞാൻ പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. എന്തായാലും എനിവേ താങ്ക് യു സോ മച്ച് കേട്ടോ എല്ലാവരും നിങ്ങൾ അറ്റൻഡ് ചെയ്തതിൽ. ആൻഡ് ഫർദർ നിങ്ങൾ എക്സാം ഉള്ളവരെല്ലാം പ്രോപ്പറായിട്ട് എക്സാം കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം. ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ എവറി വൺ. ജാനുവരി 27 ആണെങ്കിലും ഫെബ്രുവരിയിലേക്ക് എഴുതുന്നവരാണെങ്കിലും നമുക്ക് ഇനി അപ് ടു നെക്സ്റ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സെഷൻ എന്തായാലും കണ്ടക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു കേട്ടോ. എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കണ്ടു. താങ്ക് യു എവറി വൺ. താങ്ക് യു യോഷില, താങ്ക് യു ജ്യോതി, താങ്ക് യു എഡിത്, താങ്ക് യു രമ്യ ആൻഡ് ദീന, താങ്ക് യു അഞ്ജലി, താങ്ക് യു. ഫൈൻ, ഓക്കെ. അപ്പം താങ്ക് യു സ്വപ്ന. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു. സാറേ ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. അയ്യോ ചോദിച്ചോ, ഞാൻ ഇപ്പൊ ക്ലോസ് ചെയ്യാൻ പോയായിരുന്നു, പറഞ്ഞോ. ഓക്കെ ഓക്കെ സാറ്, നമുക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ UK-ലോട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ സാർ? എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് എത്ര നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്ന പറയുന്ന ഒരു 12 to 18 months ഒക്കെയാണ് കൺസിഡർ ചെയ്യുക. പക്ഷെ അത് കുറച്ച് എനിക്ക് 3 years ഒക്കെ ഉണ്ട് സാർ ഗ്യാപ്പ്, അതാണ് ഞാൻ ഗ്യാപ്പ് ചോദിച്ചത്. ആണെങ്കിൽ യു നീഡ് ടു ഷോ. ജൂലിയാണോ സംസാരിക്കുന്നത്? ഞാൻ ജൂലിയ. ജൂലിയ, ലൈക്ക് നമ്മളത് പ്രോപ്പറായിട്ട് കാണിക്കേണ്ടി വരും ജൂലിയ. എന്തുകൊണ്ട് എത്രയൊരു ഗ്യാപ്പ് വന്നു എന്നുള്ള കാര്യം നമ്മൾ കാണിക്കേണ്ടി വരും. ഇഫ് ഇറ്റ് ഇസ് സംതിങ് കൈൻഡ് ഓഫ് എ സോളിഡ് റീസൺ, അങ്ങനെ എന്തെങ്കിലും ഒരു സോളിഡ് റീസൺ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് മേ ബി അവർ ഹെൽപ്പ് ചെയ്യും നമ്മളെ. പക്ഷേ ഇല്ലാന്നുണ്ടെങ്കിൽ യു നീഡ് ടു ബി സ്റ്റിൽ വർക്കിങ്ങിലോട്ട് കയറേണ്ടി വരും. ഓക്കെ, എന്നിട്ട് നമ്മളൊരു മിനിമം ഒരു 6 months എങ്കിലും എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും കാര്യങ്ങൾ. പക്ഷേ സ്റ്റിൽ യു ക്യാൻ ഗിവ് എ ട്രൈ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ജൂലിക്ക് ട്രൈ ചെയ്യാം. പക്ഷേ റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യു നീഡ് ടു മേക്ക് ഷുവർ ആ ഒരു 3 year എന്താണെന്നുള്ള കാര്യം ജൂലിയ കാണിക്കും എന്നുള്ള കാര്യം അത് ക്ലിയർ ആയിരിക്കണം. അതിന് എവിഡൻസും ജൂലിയുടെ കയ്യിൽ വേണം. മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ താങ്ക് യു സർ. No problem, Julian. Okay, fine. I think everything has been cleared now. Okay, good night, everyone. Thank you. Take care. Okay, bye.